നമസ്കാരം. ഈസി വൈസ് അക്കാഡമിയുടെ ഹൈബ്രിഡ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീക്ക് നടന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതിലെ ആൻസർ കീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോ പഠിക്കാം. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു ബുക്കും പേനയും എടുത്ത് അത് എന്നോടൊപ്പം ഞാൻ എഴുതുന്നതിനോടൊപ്പം അത് പഠിക്കാനായിട്ട് തയ്യാറാകുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒരു വട്ടം ബുക്കിൽ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. എങ്കിൽ റീടെസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഫുൾ മാർക്ക് മേടിക്കത്തക്ക രീതിയിൽ ഫുൾ സക്സസ്ഫുൾ ആയിട്ട് എഴുതാനായിട്ട് കഴിയും. വീഡിയോ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ് സ്ക്വയർ മൈനസ് 1/4 ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നമുക്കത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇതാ നോക്കിക്കോ. എക്സ് സ്ക്വയർ മൈനസ് 1/4. അപ്പൊ ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന എക്സ്പ്രഷൻ അല്ലെ. അപ്പൊ ഈ എക്സ്പ്രഷനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് 2 മാർക്കിനായിരിക്കും വരുന്നത്. ഇപ്പൊ തൽക്കാലം അത് 1 മാർക്കിലാണ് കിടക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഈ 1/4 നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇതിന് സ്ക്വയർ കൊടുത്തു നോക്കിയേ. 1ന്റെ സ്ക്വയർ എന്താണ്? 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 2ന്റെ സ്ക്വയർ 4. അപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ 1/4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ ഇവിടെ ഓർമ്മ വരണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്തുവാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു ഓൾജിബ്രായിക് ഇക്വേഷൻ ആണ്. ഈ സെയിം ഐഡന്റിറ്റി നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1/2. എയുടെയും ബിയുടെയും സ്ഥാനത്ത് കിടക്കുന്നത് എക്സും 1/2 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1/2 എന്നും അടുത്തത് എക്സ് മൈനസ് 1/2 എന്നും എഴുതാം. ദാ ഇത് എഴുതിയേക്കുന്നില്ലേ? അതേ രീതിയിൽ എയുടെയും ബിയുടെയും സ്ഥാനത്ത് വില കൊടുത്താൽ എഴുതിയാൽ മതി. ഇത്രേ ഉള്ളൂ ഉത്തരം. ഓക്കെ, നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം. എക്സ് സ്ക്വയർ മൈനസ് 1/9. നിങ്ങൾ ഇതിനെ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ മൈനസ് 1/9 എന്നുള്ളത്. ഇതിന് ഞാൻ ഒരു സാമ്പിളും കൂടെ ഒന്ന് കാണിച്ചു തരാം. എക്സ് സ്ക്വയർ മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈ ഐഡന്റിറ്റി പ്രകാരം എങ്ങനെ എഴുതാം? നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റുമോ എന്നൊന്ന് എഴുതി നോക്കിയേ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതി നോക്കിയേ കറക്റ്റ് ആണോ എന്നുള്ളത്. എക്സ് പ്ലസ് 1/3 എക്സ് മൈനസ് 1/3 ഈ ഐഡന്റിറ്റി പ്രകാരം. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിൽ നമ്പേഴ്സ് മാറ്റി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതേ രീതിയിൽ ചെയ്യാനായിട്ട് കഴിയണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോർഡിനേറ്റ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻ കാണാം. ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ കൂടെ തന്നെ ആക്സിസും കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് 5,0. അപ്പൊ ഈ കോർഡിനേറ്റ് കിടക്കുന്ന ഒരു രൂപം നോക്കിക്കേ. 5,0 എന്ന് കിടക്കുന്ന ഒരു പോയിന്റ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പോയിന്റ് വരണമെങ്കിൽ അത് ഏത് ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്? എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. അത് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാലും മനസ്സിലാക്കാം. എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിലാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത്. ആ പോയിന്റ് ആണ് 5,0 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുമ്പോഴല്ലേ ഈ പോയിന്റിന് നമ്മൾ 5,0 എന്നുള്ളത് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇത് ഒറിജിൻ തൊട്ട് ഇങ്ങോട്ട് 5 യൂണിറ്റ് ദൂരം ഉണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റിന് നമ്മൾ 5,0 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അതിനർത്ഥം ഈ ഒരു നീളം എത്ര വരും? 5 യൂണിറ്റ് നീളമുണ്ട് ഈ ഒരു നീളം അല്ലെ. ഇത് സർക്കിളിന്റെ സെന്ററുമാണ്. സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുമുള്ള ദൂരം എത്ര തന്നെ ആയിരിക്കും? 5 യൂണിറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഡയമീറ്റർ എത്ര വരും? ഒരു സൈഡിൽ 5ഉം ഒരു സൈഡിൽ 5ഉം കൂടെ ആവുമ്പോഴത്തേക്ക് ടോട്ടൽ ഡയമീറ്റർ 10 യൂണിറ്റ്സ് വരും. 10 യൂണിറ്റ്സ് ആണ് ഡയമീറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 10 എന്ന് എഴുതിയാലും മതി. കോർഡിനേറ്റ്സിൽ നമുക്ക് പ്രത്യേകിച്ച് യൂണിറ്റ്സ് ഇല്ല. ജസ്റ്റ് 10 എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. സെന്റിമീറ്ററിനോ മീറ്ററിനോ അങ്ങനെ മറ്റു യൂണിറ്റ്സുകളൊന്നും കോർഡിനേറ്റ്സിൽ വരത്തില്ല.
ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ജോമെട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ്സിൽ വെച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ഇക്വേഷൻ? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താ ഇവിടെ നോക്കിക്കോ. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു y1 മൈനസ് y2 ബൈ x1 മൈനസ് x2. നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. ഈ ഇക്വേഷൻ നമുക്ക് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അങ്ങനെയും പഠിക്കാം. എങ്ങനെ പഠിച്ചാലും തെറ്റില്ല, പക്ഷെ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിച്ചു വെച്ച അതേ ഓർഡറിൽ തന്നെ പഠിച്ചിരുന്നാൽ മതി. അപ്പൊ y1 മൈനസ് y2 ബൈ x1 മൈനസ് x2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഏതൊക്കെയാ തന്നിരിക്കുന്ന പോയിന്റ്സ്? 2,5 തന്നിട്ടുണ്ട്, 5,7 തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് എഴുതുമ്പോ നിങ്ങൾ ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കൊള്ളണം, തന്നിരിക്കുന്ന പോയിന്റ്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങൾ y1 മൈനസ് y2ന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. y1 മൈനസ് y2 അതായത് 5 മൈനസ് 7 രണ്ടിന്റെ y കോർഡിനേറ്റ് y1 മൈനസ് y2 ബൈ രണ്ടിന്റെയും എക്സ് കോർഡിനേറ്റ് എടുക്കണം. x1 മൈനസ് x2. ഏതൊക്കെയാണ് എക്സ് കോർഡിനേറ്റ് വരുന്നത്? x1 x2 ഇതല്ലേ ഫസ്റ്റ് കോർഡിനേറ്റ്. x1 x2 2 മൈനസ് 5. 5 മൈനസ് 7 വരുമ്പോഴത്തേക്ക് എത്ര വരും? ഡിഫറൻറ്റ് സൈൻ ആണ് വന്നത്. കുറച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുത്തതിന് ശേഷം വലുതിന്റെ സൈൻ കൊടുക്കണം. രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്ക് 2. ഇതിനകത്ത് ഗ്രേറ്റർ നമ്പർ വലിയ നമ്പർ 7 ആയതുകൊണ്ട് ഉത്തരത്തിലും ആ നെഗറ്റീവ് വരും. -2 ബൈ ഇവിടെയും കുറച്ചതിന് ശേഷം വലുതിന്റെ സൈൻ കൊടുക്കണം. 3 വരും കുറയ്ക്കുമ്പോഴത്തേക്ക്, വലുതിന്റെ നമ്പർ മൈനസ് ആയതുകൊണ്ട് -3. രണ്ടിലും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/3. ഓക്കെ, അപ്പൊ സ്ലോപ്പ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ഒരു വട്ടം ബുക്കിൽ ചെയ്ത് നോക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് y ആക്സിസ് കിടക്കുന്ന പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. y ആക്സിസ് കിടക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് എങ്ങനെ കിടക്കും? y ആക്സിസ് കിടക്കുന്ന പോയിന്റ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എഴുതാം. y ആക്സിസ് കിടക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് y, 0 y ആക്സിസ് കിടക്കുന്ന പോയിന്റ് 0,y എന്നുള്ള രീതിയിലായിരിക്കും കിടക്കുന്നത്. y ആക്സിസ് കിടക്കുന്ന പോയിന്റ് എങ്ങനെയായിരിക്കും അതിന്റെ ജനറൽ എക്സ്പ്രഷൻ വരുന്നത്? 0,y എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ ഏതെങ്കിലും പോയിന്റ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്നൊന്ന് നോക്കിയേ. അതായത് എക്സ് കോർഡിനേറ്റ് 0യും വൈക്ക് ഒരു വാല്യൂവും വരണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ 0,3. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് വരുന്ന ഏതാണ്? 0,3. ഇതാണ് y ആക്സിസ് കിടക്കുന്ന പോയിന്റ്. നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യനിൽ എക്സ് ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ചോദിച്ചെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഉത്തരം എഴുതും? എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ്. എക്സ് ആക്സിസിലെ പോയിന്റ് എങ്ങനെ ആയിരിക്കണം? x,0 എന്നുള്ള രീതിയിലായിരിക്കണം എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന പോയിന്റ്. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഇതിനകത്തുണ്ടാ? അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ അതിനകത്ത് ഏതാണ് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റിയ? നിങ്ങൾ അതാ കണ്ടുപിടിച്ചത് തന്നെയാണ്. ഏതാണ് പോയിന്റ്? 3,0 തന്നെയാണ് എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ്. ഓക്കെ, മറ്റേ രണ്ട് പോയിന്റ്സ് അതായത് 1,1ഉം 4,3യുടെയും പ്രത്യേകത എന്തുവാണ്? അത് രണ്ട് പോയിന്റ്സും ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് അല്ല. ആക്സിസ് കിടക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് 0 ആവണം. ക്ലിയർ ആണല്ലോ? അപ്പൊ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് y ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. y കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെക്ടാംഗിളിന്റെ 3 വെർട്ടെക്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പാരലായിട്ട് സ്ക്രീനിൽ വായിച്ചോളണം. റെക്ടാംഗിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ വെർട്ടിസസ് ആ ചോദിച്ചേക്കുന്നത്. 4th വെർട്ടിസസ് കണ്ടുപിടിക്കാൻ. ഇതിൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും തെറ്റിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. കാര്യം ആ വെർട്ടിസസ് എടുത്തതിന്റെ ഓർഡറിലുള്ള മിസ്റ്റേക്ക് ആണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഏത് ഓർഡറിൽ അത് എടുക്കണം എന്നുള്ളത് നോക്കിക്കോ. അപ്പൊ ഇങ്ങനെ ബോർഡ് മാറ്റുന്ന സമയത്ത് കട്ട് ചെയ്യണോ? സ്റ്റോപ്പ് ചെയ്യണോ? നമുക്ക് ഒരു റെക്ടാംഗിൾ നോക്കാം.
ഒരു റെക്ടാംഗിൾ വരച്ചതിന് ശേഷം നമുക്ക് ഈ 3 പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. 2,2, 7,2, 7,6. ഈ 3 പോയിന്റ്സ് ആണ്. ചിലപ്പം ഭാഗ്യവശാൽ ക്വസ്റ്റ്യനിൽ ചിലപ്പം ഫിഗർ അങ്ങ് തന്നിട്ട് അവര് തന്നെ 3 വെർട്ടക്സ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിരിക്കും. അങ്ങനെ തന്നിരുന്ന പ്രശ്നമില്ല, ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ സിമ്പിൾ ആയി. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ തന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഈ ഫിഗർ വരച്ചിട്ട് ഈ പോയിന്റ്സ് എവിടെയൊക്കെ വരുമെന്ന് നമ്മൾ കറക്റ്റ് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആക്സിസ് ഒന്നും വരച്ച് പ്ലോട്ട് ചെയ്യണ്ട, ഏകദേശം ഒരു ഐഡിയ വെച്ചൊന്ന് നോക്കിയാൽ മതി. ഇവിടെ എക്സ് കോർഡിനേറ്റ് 7 ആണ്. എക്സ് കോർഡിനേറ്റ്സുകളൊന്ന് നോക്കിക്കേ. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2, 7 ആണ്. 2ഉം 7ഉം ആണ് വരുന്നത്. അപ്പൊ 2 എക്സ് കോർഡിനേറ്റ് ചെറുത് ഇവിടെയും വലുത് അവിടെ ആയിരിക്കുമല്ലോ എന്തായാലും വരുന്നത്. അപ്പൊ 2 എവിടെ വരത്തുള്ളൂ? ഇവിടെ വരത്തുള്ളൂ. 2,2. 7 എവിടെ വരും? 7 ഇവിടെ വരത്തുള്ളൂ. പക്ഷെ 7ന്റെ 2 എണ്ണം ഉണ്ട് അല്ലെ? 7x ആയിട്ട് വരുന്ന 2 എണ്ണം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏത് സെലക്ട് ചെയ്യും? y നോക്കിയേ, y 2ഉം 6ഉം ആയിട്ടാണ് വരുന്നത്. അപ്പൊ 2 ഇവിടെയും 6 മേളിലും വരണം. മേളിലോട്ട് പോകുന്തോറും വൈയുടെ വില കൂടെയല്ലേ? സൈഡിലോട്ട് പോകുന്തോറും എക്സിന്റെ വിലയും കൂടും, മേളിലോട്ട് പോകുന്തോറും വൈയുടെ വിലയും കൂടും. അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കും? ഇവിടെ ഏത് പോയിന്റ് കൊടുക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേളിലോട്ട് പോകുമ്പോ വൈയുടെ വില കൂടുകയാണ്. അപ്പൊ ചെറുത് ഇവിടെ കൊടുക്കണം. 7,2, 7,6. അപ്പൊ ചില ക്വസ്റ്റ്യനുകളിൽ ഈ ഫിഗർ ഇതേ കണക്ക് തന്നിരിക്കും. ഇങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എളുപ്പമായി. എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? ദാ നാലാമത്തെ 4th വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയില്ലായിരുന്നാ? എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഈ 2 വെർട്ടെക്സസിന്റെ വാല്യൂസ് കൂട്ടിയിട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് കുറച്ചു കൊടുത്താൽ പോരെയിരുന്നാ? അപ്പൊ എങ്ങനെ ചെയ്യാം? 7 + 2 എക്സ് കോർഡിനേറ്റ് മാത്രം നോക്കിക്കേ. നിങ്ങള് എക്സ് കോർഡിനേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ട് 7 ഉണ്ട്, രണ്ടും കൂടെ കൂട്ടിക്കേ. 7 + 2 എത്രയാണ്? 9. 9ൽ നിന്ന് ഏത് കുറയ്ക്കണം? 7 കുറയ്ക്കണം. 9ൽ നിന്ന് 7 കുറയ്ക്കുമ്പോ എത്ര വരും? 2 ആണ് വരുന്നത്. ഓക്കെ. ഇനി y കോർഡിനേറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടത്തെ രണ്ടെണ്ണത്തിന്റെ y കോർഡിനേറ്റ് നോക്കിക്കേ. 2 and 6. രണ്ടും കൂടെ സം ചെയ്തേ. 2ഉം 6ഉം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 2 + 6 8. 8ൽ നിന്ന് എന്ത് ചെയ്യണം? ഇതാ ഓപ്പോസിറ്റ് കുറയ്ക്കണം. ആ വെർട്ടെക്സ് കുറയ്ക്കണം. 8 - 2 എന്ന് പറയുന്നത് എത്ര വരും? 6. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റെപ്സ് ഒന്നുമില്ല, ഒറ്റയടിക്ക് ഉത്തരം എഴുതിയാൽ മാർക്ക് അങ്ങ് കിട്ടും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ചില കുട്ടികൾക്കെങ്കിലും ഇത് തെറ്റിപ്പോവാൻ കാര്യം ഇത് എടുത്ത ഓർഡർ തെറ്റിപ്പോയി. അങ്ങനെ തന്നിരിക്കുന്ന ഓർഡറിൽ അങ്ങ് എടുത്തുപോയി. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോവാൻ കാര്യം. കറക്റ്റ് എങ്ങനെ ഫിഗറിൽ അത് മാർക്ക് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഒന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് നോക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ട്രിഗണോമെട്രിയിലെ ആയിരുന്നു. sin x = 1/2 ഒരു വില തന്നിട്ടുണ്ട്. നമ്മള് പൊതുവെ 30, 60, 45 എന്നീ വാല്യൂസിന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ കുറച്ച് വാല്യൂസ് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ വരുന്നതായിരുന്നു സൈനിന്റെ ഏതോ ഒരു വില 1/2 ആവുന്നുണ്ട്. സൈനിന്റെ ഏത് വിലയാണ് 1/2 ആവുന്നത്? സൈൻ 30 വരുമ്പോഴത്തേക്കാണ് എന്താവുന്നത്? 1/2 ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x² + ax = 16. ആ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. x² + ax + 16. ഇതില് എയുടെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറൽ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്രഷന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് x² + ax + b² എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം വരുന്നത്. ഇവിടെ ഈ എക്സ്ട്രാ ഒരു b² വരാൻ കാര്യം എന്തുകൊണ്ടാണ്? ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന ടേം നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറേ തരത്തുള്ളൂ. അത് നിർബന്ധമാണ്. പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ 9 വരാം, 16 വരാം, 25 വരാം, 36 വരാം. അതിന്റെ എല്ലാം പ്രത്യേകത എന്തുവാണ്? അതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും? x² + ax + 16 നിങ്ങൾ എങ്ങനെ മാറ്റി എഴുതും? 4² എന്ന് എഴുതാം. കണ്ട, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലേ ഈ വന്നേക്കുന്നത്. അത് കഴിഞ്ഞ എളുപ്പം ഉത്തരം കിട്ടി. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടും. ഈ എയുടെ വില എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2b. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. എയുടെ വില എന്ന് പറഞ്ഞത് ഈ അറ്റത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ നമ്പർ ഉണ്ടല്ലോ അതിന്റെ ഇരട്ടിയായിരിക്കും.
ഇക്വേഷൻ ആയിട്ടൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കോൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഈ എഴുതിയ നമ്പർ ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ ഉള്ളതല്ല, നമ്മൾ ഈ മാറ്റി എഴുതുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറ്റി എഴുതുന്ന ആ നമ്പറിന്റെ ഇരട്ടി. അപ്പൊ എ എത്രയായിരിക്കും വരുന്നത്? എ ഈസ് ഈക്വൽ ടു 2 into 4. 2 into 4 is equal to. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനൂടെ തരുവാണ്, നിങ്ങളൊന്ന് നോക്കിക്കേ. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 25. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ എത്ര വരും? എയുടെ വാല്യൂ എത്ര വരും? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ഉത്തരം കറക്റ്റ് ആണോ എന്ന് നോക്കട്ടെ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുന്ന എല്ലാവരും ഈ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യണം. ഇതിനകത്ത് എങ്ങനെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാം, എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഫൈനൽ ഉത്തരം മാത്രം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാരീസ് 2 marks each. ബി പാർട്ടിലേക്ക് പോവാം. The coordinate of center of the circle is 1,1. നമുക്ക് ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 1,1 ആണ് സെന്റർ. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് √2. Write the coordinate of point that the circle cuts x-axis. x-axisൽ സർക്കിൾ കട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ്, സർക്കിളിലെ ഏത് പോയിന്റിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഏതോ ഒരു പോയിന്റിൽ x-axis കട്ട് ചെയ്യുന്നു. നമുക്കത് ഇവിടെ കൊടുക്കാം. ഇതാണ് x-axis കട്ട് ചെയ്ത പോകുന്ന പോയിന്റ് എന്ന് വെച്ചോ. x-axisൽ കട്ട് ചെയ്ത് പോകുമെന്നുണ്ടെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? x,0. മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, എക്സ് ആക്സിസിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് എങ്ങനെയായിരിക്കും? x,0 എന്നായിരിക്കും. വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് എങ്ങനെയായിരിക്കും? 0,y എന്നും ആയിരിക്കും. ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ആണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് x,0 എന്ന് പറഞ്ഞു. നമുക്ക് ആ കോർഡിനേറ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ള എന്ന് വെച്ചാൽ ആ എക്സിന്റെ വില കണ്ടുപിടിക്കണം. എക്സിന്റെ വില ഇവിടെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ നീളം നമുക്കറിയാം, റേഡിയസ് ആണ് ഈ നീളം, ആ നീളം അറിയാം. അപ്പൊ നീളം അറിയാം, ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ആ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കും? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല എന്തുവായിരുന്നു നമ്മൾ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുല? ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയ ഡിസ്റ്റൻസ് ഫോർമുല √x1 minus x2 the whole square plus y1 minus y2 the whole square. ഇതായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല. ഈ കോർഡിനേറ്റ്സ് ഇട്ടുകൊണ്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തൊന്ന് നോക്കിക്കേ നിങ്ങള്. √x1 minus x2. x1 ഉം x2 ആയിട്ട് നമുക്ക് ഇവിടെ ഏതെടുക്കാം? ഇത് ഫസ്റ്റ് കോർഡിനേറ്റ്, ഇത് സെക്കൻഡ് കോർഡിനേറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കൂ. അപ്പൊ x1 minus x2 ഫസ്റ്റ് x കോർഡിനേറ്റ് 1 minus x. x1 minus x2 the whole square plus y1 minus y2. ഇവിടെ ഏതൊക്കെയാ y വരുന്നത്? ഇത് y, ഇതും y ആണ്. അപ്പൊ 1 minus 0. 1 minus 0 the whole square. ഓക്കെ, 1 minus 0 the whole square. ഇതിന്റെ ഉത്തരം നമുക്ക് ഈ പോയിന്റും കൂടെ എടുത്ത് ഡിസ്റ്റൻസ് ഫോർമുല എടുക്കുമ്പോൾ നമുക്ക് എന്തുവാ കിട്ടുന്നത്? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് റേഡിയസ് ആക്കി തന്നേക്കുന്നത്. ഈസ് ഈക്വൽ ടു √2 ആണ്. കണ്ട, ക്വസ്റ്റ്യൻ കണക്ട് ചെയ്ത് വരുന്നണ്ട. ആ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്റ്റൻസ് ഫോർമുലയിട്ട് ഈ കണക്ക് ചെയ്തു തുടങ്ങിയത്. ഇവിടെ നോക്കുമ്പോ രണ്ട് സൈഡിലും റൂട്ട് ഉണ്ട്. ആദ്യം തന്നെ ആ റൂട്ട് കാണുമ്പോഴല്ലേ നമുക്കൊരു ബുദ്ധിമുട്ട്. ആ റൂട്ട് രണ്ടിടത്തുനിന്നും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ നിങ്ങള്. ക്യാൻസൽ ചെയ്ത് കളയുമ്പോ ബാക്കി എത്ര വരും? 1 minus x the whole square plus 1 minus 0 the whole square is equal to 2 എന്നായി. രണ്ടിടത്തും റൂട്ട് പോയി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? a minus b the whole square എന്നുള്ളതിൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 1 square minus 2 into 1 into x plus x square. ഈ എക്സ്പാൻഷൻ അറിയാമോ? a minus b the whole square. അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞൂടെങ്കിൽ ഒന്ന് നോക്കിക്കോ. a minus b the whole square എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്തോ വരും? a minus b the whole square a square minus 2ab plus b square. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന എക്സ്പാൻഷൻ ആണ്, നമ്മൾ ക്ലാസ്സിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പാൻഷനിൽ അതേ കണക്കതാ ഇവിടെ എടുത്ത് ഇട്ട് നോക്കിയേ. എക്കും ബിക്കും പകരമായിട്ട് വരുന്നത് 1 ഉം x ഉം ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 1 square minus
2 into a into b. അതാണ് 2 into a into b. 1 into x plus b square plus 1 minus 0. 1 minus 0 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. 1 square is equal to 2. ഓക്കെ, ഇവിടെ നോക്കിക്കേ, a minus b the whole square ന്റെ എക്സ്പാൻഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് 2 into 1 into x 2x പ്ലസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പോലെ തന്നെ എഴുതിയാൽ മതി. 1 സ്ക്വയർ 1 ഇസ് ഈക്വൽ ടു 2. ഇവിടെ 1 ഉം 1 ഉം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും? 1 ഉം 1 ഉം 2 ആണ്. അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 2 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ആ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് കളയാം. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഞാൻ എന്താ ഇവിടെ എഴുതുവാണേ, നോക്കിക്കോളണേ. ബാക്കി ഇവിടെ എഴുതുമ്പോഴത്തേക്ക് മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇപ്പത്തൊന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ 2. അപ്പൊ നമുക്ക് ഇനി അവിടെ ബാക്കി ഒന്നുമില്ല. ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ അങ്ങ് ആദ്യം എടുത്ത് എഴുതാം. ഓർഡറിന് എഴുതുവാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2x. സൈനൊന്നും ഞാൻ മാറ്റം വരുത്തില്ല. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, 2x നെഗറ്റീവ് ആണ്, ഈസ് ഈക്വൽ ടു 0. ഇതിന്ന് രണ്ടിന്ന് ഞാൻ എക്സ് കോമൺ ആയിട്ട് ഇങ്ങ് വെളിയിലെടുത്തു. എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എത്ര വരും? എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഈ ബ്രാക്കറ്റ് മാത്രം നിങ്ങൾ അടുത്ത് ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ. എക്സ് മൈനസ് 2 0 ആണ്. അതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 അങ്ങ് അപ്പുറം പോകുമ്പോ എന്താവും? പ്ലസ് 2 ആവും. എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ് ഉത്തരം. എക്സ് ഈസ് ഈക്വൽ ടു 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോർഡിനേറ്റ് ആണ് നമ്മളിവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ മറന്നുപോയാ? കോർഡിനേറ്റ് ആണ് ഇതാ ഇവിടെ ചോദിക്കുന്നത്. എക്സ് കോമ 0 എന്ന് എഴുതണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഉത്തരം എടുത്ത് എങ്ങനെ എഴുതാം? കോർഡിനേറ്റ് ഈസ് 2,0 എന്ന് വ്യക്തമായിട്ട് എഴുതി അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം ഉത്തരം. 2,0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലെങ്ത് ബി സി എന്ന് പറയുന്ന ലെങ്ത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി കണ്ടുപിടിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ട്രയാങ്കിൾ ആ ഫിഗർ അങ്ങ് വരയ്ക്കണം. എ ബി സി. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആംഗിൾ ബി 90 ഡിഗ്രി ആണ്. എ ബിയുടെ നീളം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് നീളമായിട്ട് തന്നിരിക്കുന്നത്. ടാൻ എ എന്ന് പറയുന്നത് 4/3 ആണ്. ഇനി ഫിഗറിൽ നമ്മൾ ടാൻ എ എങ്ങനെ എടുക്കുമെന്നൊന്ന് നോക്കിക്കേ. ടാനിന്റെ ഡെഫിനിഷൻ എന്തുവായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായിരുന്നു ടാൻ. അപ്പൊ എ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ബൈ എ ബി അല്ലെ? അപ്പൊ ടാൻ എ എന്നുള്ളത് എന്തിന് തുല്യമാവും? ബി സി. എക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി സി ആണ്. ബി സി ബൈ എ ബി അഡ്ജസന്റ് ആണ്. ആ എ ബിയുടെ നീളം എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബിയുടെ നീളം എത്രയാ തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ റേഷ്യോയില് പക്ഷെ എത്രയാ തന്നേക്കുന്നത്? 3 ആണ്. 3നെ നമുക്ക് എങ്ങനെ 12 ആക്കാൻ പറ്റും? 3 ഇൻറ്റു എത്ര ചെയ്താൽ 12 ആവും? 3 ഇൻറ്റു 4 കൊടുത്താൽ മതി. അപ്പൊ അതേ സെയിം ആയിട്ടുള്ള അതേ മാറ്റം എന്ത് ചെയ്യണം? മേളിലും കൊടുക്കണം. ഇപ്പൊ 4 കൊണ്ട് മേളിലും താഴെ ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെ ഇൻറ്റു ചെയ്ത് മാറ്റുമ്പോ എങ്ങനെയാവും? താഴെ 12 ആവും. എ ബി 12 ആവും. കറക്റ്റ് ആയി. എ ബി കറക്റ്റ് ആയി തന്നിരിക്കുന്നത്. ബി സി എങ്ങനെയാവും? 16. മനസ്സിലായ? ബി സി എങ്ങനെയാവും? 16. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ വെച്ചുകൊണ്ട് ആ റേഷ്യോയെ എങ്ങനെ ഒന്ന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാ അതിന്റെ ഒറിജിനൽ വാല്യൂലോട്ട് പോവാൻ നോക്കണം. ഇപ്പൊ 12 ആയതുകൊണ്ടാണ് 3 ഇൻറ്റു 4 ചെയ്തത്. ഇപ്പൊ 15 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ ഇവിടെ 15 സെന്റിമീറ്റർ തന്നിരുന്നത്. അപ്പൊ 3 ഇൻറ്റു എത്ര ചെയ്യേണ്ടി വന്നേന്? 3 ഇൻറ്റു 5 ആ 15. അപ്പൊ ഇൻറ്റു 5 മേളിലും താഴെയും കൊടുക്കണം. ഇൻറ്റു 5 മേളിലും ഇൻറ്റു 5 താഴെയും കൊടുക്കണം. നമുക്ക് തന്നിരിക്കുന്ന വില അനുസരിച്ച് വേണം ഈ മാറ്റം വരുത്താനായിട്ട്. അപ്പൊ എ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമല്ലോ. ബി സി അല്ലായിരുന്ന എ പാർട്ട് ചോദിച്ചിരുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? ബി സി എത്ര വരും? ബി സി ഈസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ. ഓക്കെ, അടുത്തത് വാട്ട് നമ്പർ ഈസ് സൈൻ എ? സൈൻ എ എന്ന് പറയുമ്പം സൈനിന്റെ ഡെഫിനിഷൻ എന്താണ്? സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. നമ്മൾ ഇവിടെ അന്നേരം ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാനായിട്ട്
കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് റേഷ്യോ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ റേഷ്യോ ഉപയോഗിക്കുമ്പം ഇവിടെ 4 എന്നുള്ള റേഷ്യോയും ഇവിടെ 3 എന്നുള്ളതുമാണ് വന്നത്. 4/3 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. 4ഉം 3യും വന്ന ഹൈപ്പോട്ടിന്യൂസ് എത്രയേ വരത്തുള്ളൂ? 5 വരത്തുള്ളൂ. കാര്യം അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 3യും 4ഉം ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ വില എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ഇനി ചെയ്തു നോക്കണ്ട, ഒരു ക്വസ്റ്റ്യനിലും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോട്ടിന്യൂസിന്റെ വില 5 തന്നെ ആയിരിക്കും. ഇനി അത് വെച്ചുകൊണ്ട് നിങ്ങൾ സൈൻ എന്ന് പറഞ്ഞേ. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 4. എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 4 ഹൈപ്പോട്ടിന്യൂസ് എത്ര കിട്ടി നമുക്കിപ്പം? 4/5. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ വരുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാര്യം ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90യെക്കാട്ടിയും കൂടിയ ഒരു ആംഗിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കേണ്ട ട്രയാംഗിളിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പൊതുവെ വരയ്ക്കുന്ന ട്രയാംഗിൾസ് എല്ലാം അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾസ് ആണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയെക്കാട്ടിയും കുറവായിട്ടുള്ള ട്രയാംഗിൾസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ഒബ്റ്റ്യൂസ് ട്രയാംഗിൾ ആണ്. നിങ്ങൾ അക്യൂട്ട് ഒന്നും ഒബ്റ്റ്യൂസ് ഒന്നും പേരൊന്നും കേട്ട് പേടിക്കേണ്ട. എങ്ങനെ വരും ട്രയാംഗിള്? ഇപ്പൊ 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കായിരുന്നു. 90 ഡിഗ്രിയെക്കാട്ടിയും കുറവായിട്ടുള്ള ആംഗിൾ ഇപ്പൊ 70 ഡിഗ്രി എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ വരച്ചേനെ. ഇത് നമുക്ക് തന്നേക്കുന്ന 120 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 90യെക്കാട്ടിയും കൂടുതലാണ് ആംഗിള്. 90യെക്കാട്ടിയും കൂടുതലായത് കൊണ്ട് തന്നെ അത് എങ്ങനെ വരയ്ക്കേണ്ടി വരും? ദാ ഇങ്ങനെ വാ തുറന്നു പോകുന്ന രീതിയിൽ വരയ്ക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പൊ ഇവിടത്തെ ട്രയാംഗിൾ എങ്ങനെ വരും? ട്രയാംഗിൾ എങ്ങനെ വരും? ആ ഫിഗർ ഒരു ഒബ്റ്റ്യൂസ് ട്രയാംഗിൾ ആയിരുന്നു നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടിയിരുന്നത്. അതായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വന്ന മിസ്റ്റേക്ക്. ക്ലിയർ ആണല്ലേ? ഈ ഫിഗർ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് 120 ഡിഗ്രി. ഇനി ജസ്റ്റ് ട്രയാംഗിളിന് ABC എന്ന് പേര് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ആ പേരങ്ങ് കൊടുക്കാം. രണ്ട് സൈഡ് അഡ്ജസന്റ് സൈഡ്സ് തന്നിട്ടുണ്ട്. അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയോ ഇവിടെയോ ഈ രണ്ട് ആംഗിളിന് ചുറ്റിനുമായിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇഷ്ടമുള്ള രീതി കൊടുക്കാം. ഇഷ്ടമുള്ള രീതി എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ 10 ആണ് കൊടുത്തതെന്ന് വെച്ചു. 10 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കൊടുക്കാം? 9 സെന്റിമീറ്റർ കൊടുക്കാം. തിരിച്ചും കൊടുക്കാം, അത് തെറ്റൊന്നുമല്ല. ഇവിടെ വേണമെങ്കിൽ 9 സെന്റിമീറ്റർ കൊടുത്തിട്ട് ഇവിടെ 10 സെന്റിമീറ്റർ ഇട്ടും ചെയ്യാം. സെയിം തന്നെ, ഫൈനൽ ഉത്തരം സെയിം ആയിട്ട് തന്നെ കിട്ടും. അതിൽ തെറ്റത്തില്ല ഫൈനൽ ഉത്തരം. ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ കണക്കിട്ട് ചെയ്യുവാണ്. ഇതിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാംഗിൾ? ട്രയാംഗിളിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഒബ്റ്റ്യൂസ് ട്രയാംഗിളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ട്രയാംഗിളിനകത്ത് വരത്തില്ല. ആ ഹൈറ്റ് എവിടെ വരൂ? ട്രയാംഗിളിന് പുറത്തേ വരൂ. ഇങ്ങനെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് ആ ഹൈറ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ഒബ്റ്റ്യൂസ് ട്രയാംഗിളുകളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്ത് വേണം ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇവിടെ 120 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ ബാക്കിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 എന്ന് കുറച്ച് നോക്കിയാൽ മതി. 180 മൈനസ് 120 ചെയ്ത് നോക്കിയാൽ മതി. എത്ര വരും ആംഗിള്? 60 ഡിഗ്രി. ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് ഏതാവും? 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ട്രയാംഗിൾ വന്നു. നമ്മൾ പഠിക്കുന്ന ഒരു റേഷ്യോ വെച്ചിട്ടുള്ള ഒരു ട്രയാംഗിൾ വന്നു. 30, 60 and 90. നമ്മൾ പഠിച്ച റേഷ്യോ ജസ്റ്റ് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. റേഷ്യോ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. എങ്ങനെ വരും? 30, 60, 90യുടെ റേഷ്യോ എത്രയായിരുന്നു? 30:60:90യുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. ഇതായിരുന്നു റേഷ്യോ. ജസ്റ്റ് ആ ഫിഗറിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയേ. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എത്രയാണ്? 1:60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √3:2. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2. ഇങ്ങനെയായിരുന്നു ആ റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് അവിടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? റേഷ്യോയും വാല്യൂയും കമ്പയർ ചെയ്ത് ചെയ്തുകൂടെ? 2ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ 9 വരുന്നത്.
അങ്ങനെയാണെങ്കിൽ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, ആ മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നോക്കി തന്നെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്ത് നോക്കാം. റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം 2 എന്നുള്ള റേഷ്യോക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് 9 സെന്റിമീറ്റർ എന്ന് അവിടെ അറിയാവുന്നത്. ഇതാണ് നമുക്ക് അറിയാവുന്നത്, അത് ആദ്യം എഴുതണം. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരും? എച്ച് എന്നുള്ള വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ആണ് √3. ഇനി ഇത് ക്രോസ് ചെയ്തെടുക്കുവാണെങ്കിൽ എങ്ങനെ വരും? ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 2 into h 2 into h is equal to 9 into √3, 9√3. അതിൽ നിന്ന് h is equal to എത്ര വരും? 9√3 by 2 is equal to 9 by 2 ഡിവൈഡ് ചെയ്ത് നോക്കണം. 9 by 2 എഴുതി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 4.5√3 സെന്റിമീറ്റർ. ഇതാണ് ഹൈറ്റ്. എ പാർട്ടിന്റെ ഉത്തരം. എ പാർട്ട് നമുക്ക് ചെയ്യേണ്ട രീതിയാണിത്. റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഇവിടെ. ബി പാർട്ടിലോട്ട് പോവാം. ബി പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന മേജർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഹാഫ് ബി എച്ച് എന്നുള്ളത്. ഹാഫ് ഇൻറ്റു ബേസ്. ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇങ്ങോട്ട് നീട്ടി വിട്ടെന്ന് വിചാരിച്ച് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ബേസ് ആയിട്ട് എടുത്തേക്കുന്നത് ഏതാണ്? 10 സെന്റിമീറ്റർ ആണ് ഞാൻ ഇവിടെ ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. 10 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് അകത്ത് വരത്തില്ല, ഇതിന്റെ ഹൈറ്റ് എവിടെ വരൂ? എ പാർട്ടി നമ്മൾ കണ്ടുപിടിച്ചു, വെളിയിലേ വന്നിട്ടുള്ളൂ. ഹൈറ്റ് എത്ര വന്നു നമുക്ക് ഇവിടെ? എ പാർട്ടി കണ്ടുപിടിച്ചു 4.5√3. ഇത് ജസ്റ്റ് സോൾവ് ചെയ്തെടുത്താൽ മതി. സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എത്ര വരും ഫൈനൽ ഉത്തരം? 45√3 by 2 വരും. ഡിവൈഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22.5√3 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ ഡിവൈഡ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Product of two consecutive multiples of 8 is 384. Write an algebraic expression and what are the numbers? ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഡിഗ്രി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം അതിനൊരു ഓൾജിബ്രായിക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. 2 consecutive multiples of 8. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാം? 2 consecutive multiples of 8. അപ്പൊ ഒരു നമ്പറിനെ എക്സ് ആയിട്ട് എടുത്താൽ തൊട്ടടുത്ത നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? x+8 എന്ന് എഴുതാം. അപ്പൊ 2 consecutive, നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കോണം കേട്ടോ, ഞാനത് ഇപ്പൊ എഴുതുന്നില്ല. 2 consecutive multiples of 8 are x and x+8. ജസ്റ്റ് നിങ്ങൾ അങ്ങനെ എഴുതണം, x and x+8. ഇപ്പൊ 2 consecutive multiples of 6 എന്നായിരുന്നു ക്വസ്റ്റ്യനിലെന്ന് വെച്ചോ. എങ്ങനെ എഴുതിയാനാ 2 consecutive multiples of 6 എന്നായിരുന്നെങ്കിൽ x and x+6. 2 consecutive multiples of 5. അപ്പൊ എങ്ങനെ എഴുതും? x and x+5. 2 consecutive odd number. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? x and x+2. 2 consecutive ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? x and x+2. ഓഡ് നമ്പർ വന്നാലും ഈവൻ നമ്പർ വന്നാലും നിങ്ങൾ എങ്ങനെ തന്നെ എടുത്താൽ മതി? എക്സും x+2ഉം എടുക്കണം. ഓഡ് ആയാലും ഈവൻ ആയാലും സെയിം ആണ്. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ഇതേ കണക്ക് ഏതെങ്കിലും മൾട്ടിപ്പിൾ ഓഫ് ഇന്ന നമ്പർ, മൾട്ടിപ്പിൾ ഓഫ് 8, മൾട്ടിപ്പിൾ ഓഫ് 6, മൾട്ടിപ്പിൾ ഓഫ് 7, അങ്ങനെ എന്തെങ്കിലും ആണ് പറയുന്നതെങ്കിൽ ഇതേ കണക്ക് x and x+8 അല്ലെങ്കിൽ x+6 അല്ലെങ്കിൽ x+7 അങ്ങനെ എടുക്കണം. അപ്പൊ ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇല്ലാത്തത് പോലും പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ്, ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എടുക്കണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? x into x+8. അതാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. പ്രൊഡക്റ്റ് ജസ്റ്റ് ഇൻറ്റു ഇട്ടങ്ങ് എഴുത്, ജസ്റ്റ് ഇൻറ്റു ഇട്ടങ്ങ് എഴുതിയാൽ മതി. ഈസ് ഈക്വൽ ടു 384 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റെപ്പും കൂടെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ എഴുതാൻ അറിഞ്ഞുകൂടാത്തവരൊന്ന് നോക്കിയേ.
നമ്മൾ രണ്ട് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എടുത്തു. അതിന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ പോവുകയാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഇത്തിരി ഭംഗിക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. എങ്ങനെ വൃത്തിയാക്കാം? ദാ എക്സ് കൊണ്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തേ. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 എക്സ് ഈസ് ഈക്വൽ ടു 384. ഇതാണ് നമ്മുടെ എ പാർട്ട് ഉത്തരം. ഇത്രയേ ഉള്ളൂ. എക്സ്പ്രഷൻ വരെ സെറ്റ് ചെയ്താൽ മതി. ഓൾജിബ്രായ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്താൽ എ പാർട്ടിന്റെ മാർക്ക് കിട്ടി. അടുത്ത ബി പാർട്ട്. ബി പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടിയ ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്താലേ നമുക്ക് ആ നമ്പേഴ്സ് കിട്ടും. സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്യണം. സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉപയോഗിക്കാൻ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ആ രീതി ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എളുപ്പ വഴി ഏതാണ്? ദാ ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് ഇവിടെയും ഇവിടെയും ആഡ് ചെയ്യുന്ന മെത്തേഡ് ഓർമ്മയുണ്ടാ? പകുതിയുടെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പരീക്ഷയ്ക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുള്ള സ്റ്റെപ്പ് തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 8x. ഇവിടെ എന്ത് ആഡ് ചെയ്യും? നമ്മൾ പുതിയതായിട്ട് ഒരു ടേം അവിടെ കൊടുക്കും. എന്താണ്? ഇതിന്റെ പകുതി. പകുതി എന്ന് പറയുമ്പോ എത്ര വരും? 4 സ്ക്വയർ. പകുതിയുടെ സ്ക്വയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടുന്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം. 4 സ്ക്വയർ. ഇതിന്റെ പകുതിയിലെ സ്ക്വയർ എടുത്ത് ഇവിടെയും ഇവിടെയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് അങ്ങ് ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? ഐഡന്റിറ്റി പ്രകാരം നിങ്ങൾ ഒന്നും നോക്കണ്ട. അതല്ല, എൻഡിലെ 2 ഡിജിറ്റ് ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്ത് അങ്ങ് എഴുതിയാൽ മതി. എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ സൈഡിൽ എന്തോ വരും? 384. 384 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16. 16ഉം 384ഉം കൂടെ നിങ്ങൾ എഴുതി ഒന്ന് കൂട്ടി നോക്കിയേ. എഴുതി കൂട്ടി നോക്കുമ്പോഴത്തേക്ക് 400 എന്ന് വരും. 400 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഇറ്റ് ഈസ് 20 സ്ക്വയർ. 20ന്റെ സ്ക്വയർ ആണ് 400 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി? എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ. രണ്ടിടത്തുനിന്നും നമ്മൾ ആ സ്ക്വയർ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുവാണ്. സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 20. കിട്ടിയ? പ്ലസ് ഓർ മൈനസ് 20. പ്ലസ് ഓർ മൈനസ് കിട്ടിയാൽ നമ്മൾ നടുക്ക് ഒരു വര വരച്ച് സ്പ്ലിറ്റ് ചെയ്ത് പ്ലസും മൈനസും ചെയ്യണം. ഓർമ്മയുണ്ടല്ലോ മെത്തേഡൊക്കെ? എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു ആദ്യം പ്ലസ് 20 കൊടുക്കും. ഇവിടെ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു മൈനസ് 20 കൊടുക്കും. ഇനി എങ്ങനെ ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു 20. ഈ പ്ലസ് 4 അങ്ങ് അപ്പുറം പോകുമ്പോ എന്തു ആവോടാ? മൈനസ് 4 ഈസ് ഈക്വൽ ടു 16. 20 മൈനസ് 4 16. ഇവിടെ എങ്ങനെയാവും? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 20. ഈ പ്ലസ് 4 അങ്ങ് അപ്പുറം പോകുമ്പോ എന്തു ആവും? മൈനസ് 4 എന്നാവും. മൈനസ് 20 മൈനസ് 4 ഈസ് ഈക്വൽ ടു മൈനസ് 24. മൈനസ് 24. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ഈ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റെപ്പും കൂടെ ഇതിനകത്തുണ്ട്. ഉത്തരം കിട്ടി, ഫൈനൽ ഉത്തരമായി. ഇനി ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ്. നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഇതിന്റെ പോസിറ്റീവ് ഉത്തരവും എടുക്കാം, നെഗറ്റീവ് ഉത്തരവും എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാൻ എഴുതുവാ. അതാ നോക്കിക്കോ. പോസിറ്റീവ് ഉത്തരവാണ് ഞാൻ ആദ്യം എടുക്കുന്നതെന്ന് വെച്ചോ. എക്സിന് 18 കൊടുക്കുന്നത്. എക്സിന് 18 അല്ല 16. എക്സിന് 16 ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ എക്സിന് 16 കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും? നമ്മൾ എടുത്തത് എങ്ങനെയാ? എക്സും എക്സ് പ്ലസ് 8 എന്നുമാ എടുത്തത്. അപ്പം 16ഉം അടുത്ത നമ്പർ എത്രയായിരിക്കും? 16 പ്ലസ് 8 24. അപ്പൊ ലാസ്റ്റ് ഉത്തരം എഴുതണം. ദ നമ്പേഴ്സ് ആർ 16 ആൻഡ് 24. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് ഉത്തരം കളയാൻ പറ്റുമോ? നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ് ഉത്തരവും എടുത്തേ പറ്റത്തുള്ളൂ. നെഗറ്റീവ് ഉത്തരം ആയതുകൊണ്ട് എന്ത് ചെയ്യാം? മൈനസ് 24 എടുക്കണം. അതിനോടൊപ്പം മൈനസ് 24 ആണ് നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? പ്ലസ് 8 കൂടെ ചെയ്യണം. ഇതിന്റെ കൂടെ പ്ലസ് 8 കൂടെ ചെയ്യുമ്പോൾ മൈനസ് 16. നിങ്ങൾ എഴുതി കൂട്ടി നോക്കിയാൽ മതി. ഇനി ഒരു പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ഉത്തരം കിട്ടിയത് മനസ്സിലായില്ലേ? എക്സിന് 16 എടുത്തിട്ട് 16ന്റെ കൂടെ 8 കൂടെ കൂട്ടിയപ്പോഴല്ലേ നമുക്ക് 24 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ അതിന് തന്നെ നെഗറ്റീവ് സൈൻ അങ്ങ് ചുമ്മാ കൊടുക്ക്. പരീക്ഷയ്ക്ക് അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾ രണ്ടാമത് ഇനി കൂട്ടിയൊന്നും എഴുതാതിരിക്കണ്ട.
മനസ്സിലായ? അപ്പൊ നമ്പേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഉത്തരവുണ്ട്. 16 ആൻഡ് 24 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉത്തരവുണ്ട്, -16 ആൻഡ് -24 എന്ന് പറയുന്ന അടുത്ത സെറ്റ് ഉത്തരവും ഉണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഫൈനലായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 മാർക്കോ 1/4 മാർക്കോ ഒക്കെ അതിനകത്ത് കുറഞ്ഞു പോകും എടുത്ത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure, ABCD is a parallelogram and angle E is equal to 90 degree. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു പാരലോഗ്രാം കാണാൻ പറ്റുന്നുണ്ട്. പാരലോഗ്രാംസിന്റെ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റും ബിയുടെ കോർഡിനേറ്റും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് സി ആൻഡ് ഡി, സിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ഇവിടെ എ പാർട്ടായിട്ടും ബി പാർട്ടായിട്ടും കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് സി ആൻഡ് ഡി? അപ്പൊ സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ഒരു എക്സ്ട്രാ രണ്ട് കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വര വരച്ച ഒരു ട്രയാങ്കിൾ അവിടെ സൈഡിൽ തന്നിട്ടുണ്ട്, 3 and 4 എന്നുള്ള രീതിയിൽ. അതിനർത്ഥം ഇവിടെ 3 and 4 എന്ന് തന്നിരിക്കുന്നത് ഈ ലൈനിന്റെ ഒരു സ്ലോപ്പ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ആ ലൈൻ എത്ര ചരിഞ്ഞു കിടക്കുന്നു. ഇതൊരു പാരലോഗ്രാം അല്ലേ, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഇപ്പൊ ഈ ബി സി എന്ന് പറയുന്ന സൈഡിന് എത്ര ചരിവുണ്ടോ അതേ ചരിവ് തന്നെ ആണ് ആർക്കുള്ളത്, എ ഡി എന്ന് പറയുന്ന സൈഡിന് ആണല്ല. ബി സിയുടെ അതേ ചരിവാണ് എ ഡി. അപ്പൊ എ ഡിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലൊരു ലൈൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിന്റെ നീളം എത്ര തന്നെ വരും, 3:4. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വേണ്ട പോയിന്റ് സിയുടെയും ഡിയുടെയും എങ്ങനെ എടുക്കാം. ഇവിടെ നോക്കടാ, സിയുടെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം. സിയുടെ എക്സും വൈയും ആണ് നമുക്ക് ഇവിടെ എടുക്കാനുള്ളത്. സിയുടെ എക്സ് എങ്ങനെ വരും, സിയുടെ എക്സ് എന്ന് പറയുന്നത് താഴോട്ട് നോക്കിയാൽ ഇവിടത്തെ കോർഡിനേറ്റ് എത്രയാ അറിഞ്ഞൂടാ. ഇവിടത്തെ കോർഡിനേറ്റ് നമുക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടത്തെ എക്സ് അറിയാം. ഇവിടത്തെ എക്സ് എന്ന് പറയുന്നത് എത്ര വരും, അവിടത്തെ എക്സ് എന്ന് പറയുന്നത് 8 ആണ്. ബിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് അവിടത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതിനെക്കാട്ടിയും ഒരു 3 യൂണിറ്റും കൂടെ ഇങ്ങോട്ട് മാറിയിരിക്കുമല്ലേ ഇവിടത്തെ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും, 8+3. 8ന്റെ കൂടെ 3ഉം കൂടെ കൂട്ടണം, എത്രയാണ്, 11. അപ്പൊ സിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 11. വൈ കോർഡിനേറ്റ് എത്ര വരുവാടാ, വൈ കോർഡിനേറ്റിന്റെ നീളമാണ് മേളിലോട്ട് 4 തന്നേക്കുന്ന. ഇതിപ്പോ ആക്സിസ് ആയിരുന്നെങ്കിൽ മേളിലോട്ട് 4 നീളമുള്ളൂ. പക്ഷെ ഇത് ആക്സിസ് ഒന്നും അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം, ഈ ലെവലിന്റെ വൈ കോർഡിനേറ്റ് എത്രയും നോക്കണം. ഈ പോകുന്ന ലൈനിന്റെ വൈ കോർഡിനേറ്റ് എത്രയാണ്, അതിന്റെ വൈ കോർഡിനേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എയുടെ വൈ കോർഡിനേറ്റ് അല്ലേ ഈ ലെവലിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റ് അല്ലേ ഈ ലെവലിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. 5 ഈ ലെവല്. 5ൽ നിന്നൊരു 4ഉം കൂടെ മേളിലോട്ട് പോണം. 5ൽ നിന്നൊരു 4ഉം കൂടെ മേളിലോട്ട് പോകുമ്പോ 5+4. 5+4 എത്ര വരും, 9. അപ്പൊ സിയുടെ കോർഡിനേറ്റ് എത്ര വരും, 11,9. നമുക്ക് സ്റ്റെപ്സ് ഒന്നുമില്ല, ഒറ്റയടിക്ക് ഉത്തരം എഴുതാം. പക്ഷെ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കണം. ഇതേപോലെ തന്നെ ഡി കോർഡിനേറ്റും. ഡിയുടെ കോർഡിനേറ്റ് ഇവിടെ നോക്കടാ. ഡിയുടെ കോർഡിനേറ്റ് ഇവിടത്തെ എക്സും ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 3 ആണ്. കാര്യം ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് എത്ര, ഇത് നോക്കിയാൽ മതി, 3. അത് കഴിഞ്ഞൊരു 3 യൂണിറ്റും കൂടെ നീങ്ങിയാണ് ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് വരുന്നത്. അപ്പൊ എത്ര വരും ഇവിടത്തെ എക്സ് കോർഡിനേറ്റ്, 3 കൂടെ ചേരുമ്പോ 6. ആ 6 ഈ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. 3 6 എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ വരും, വൈ കോർഡിനേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 എന്നുള്ള ഈ ലെവലിൽ നിന്ന് ഒരു 4 യൂണിറ്റ് മേളിലോട്ടാണ് ആര് കിടക്കുന്നത്, ഡി കിടക്കുന്നത്. അപ്പൊ 5ൽ നിന്ന് ഒരു 4 മേളിലോട്ട് വരുമ്പോ എന്തോ ആവോടാ, 9. 6,9. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് എങ്ങനെ വരും, 6,9. റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കേട്ടോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ പെയർ ഓഫ് ആക്സിസ് ആൻഡ് മാർക്ക് ദീസ് പോയിന്റ്സ്. ആക്സിസ് വരച്ചിട്ട് തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും പോസിറ്റീവ് കോർഡിനേറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് ആക്സിസ് അധികം വരച്ചിട്ടില്ല. പോസിറ്റീവ് ആക്സിസ് മാത്രമാണ് കൂടുതലായിട്ടും വരച്ചേക്കുന്നത്. നെഗറ്റീവ് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ വിട്ടിരുന്നാൽ മതി, ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി. പക്ഷെ വരയ്ക്കണം, നെഗറ്റീവ് കൂടെ കാണിക്കണം. പോസിറ്റീവ് മാത്രം നമുക്ക് വേണ്ട അത്രയും രീതിയിൽ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 3,0. നേരത്തെ പറഞ്ഞ പോയിന്റ് ആടാ. 3,0 എന്ന് പറയുന്നത് എവിടെ കിടക്കും, ഏത് ആക്സിസിലാണ് കിടക്കുന്നത്. ഒരു പോയിന്റ് 0 എന്ന് പറഞ്ഞ ആക്സിസിലല്ലേ കിടക്കുന്നത്. 3,0 എന്ന് പറയുന്നത് എവിടെ കിടക്കും ആ പോയിന്റ്,
എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ 3,0. അപ്പൊ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ മാർക്ക് ചെയ്യണം? ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ക്രോസോ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു വട്ടം കൊടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നല്ലവണ്ണം ടീച്ചേഴ്സിന് കറക്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ പോയിന്റിന്റെ പേരും കൂടെ അവിടെ ജസ്റ്റ് നോട്ട് ചെയ്യണം. അത് നിർബന്ധമാണ്, അത് ചെയ്തിരിക്കണം, എങ്കിലേ അതിന് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ആ പോയിന്റ് മാർക്ക് ചെയ്ത് അതിന്റെ പേര് അവിടെ കൊടുത്തു 3,0. 8,0 എവിടെ വരും? എക്സ് ആക്സിസിലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് 8,0 എന്ന് പറയുന്നത്. 8,0 അതിനടുത്തായിട്ട് തന്നെ ആ പോയിന്റിനെ ചേർന്ന് തന്നെ പേര് കൊടുത്തു. 11,4 നിങ്ങൾക്ക് അറിയാം, മാർക്ക് ചെയ്യാനായിട്ട് അറിയാം. 11,4 എങ്ങനെ കൊടുക്കും? എക്സ് ആക്സിസിൽ 11ഉം വൈ ആക്സിസിൽ 4ഉം വരുന്ന രീതിയിൽ പാരലായിട്ട് നിങ്ങൾ ഒന്ന് കൊടുത്തു നോക്കിയതാ. ഏകദേശം ഇവിടെ വരും. നിങ്ങൾ സ്കെയിലിൽ പിടിച്ച് കറക്റ്റ് ആയിട്ട് വേണം പരീക്ഷയ്ക്ക് പേപ്പറിൽ എഴുതുമ്പോഴത്തേക്ക് ചെയ്യാനായിട്ട്. 11,4 ആണ് ഇവിടെ. അടുത്തത് 6,4. 6,4 എങ്ങനെ വരും? 6 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. രണ്ടിനും സ്കെയില് കറക്റ്റ് പിടിച്ചുകൊണ്ട് 6,4 എന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ എ പാർട്ട്. എ പാർട്ടിൽ ജസ്റ്റ് ഈ 4 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബി പാർട്ട് ചോദിച്ചേക്കുന്നത് ജോയിൻ ദീസ് പോയിന്റ്സ്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യണം ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും ഫിഗർ? നിങ്ങൾ പുതിയ ഫിഗർ ഒന്നും വരയ്ക്കണ്ട, ഇതിൽ തന്നെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? എല്ലാ പോയിന്റ്സും പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്യണം. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം, വളഞ്ഞും തിരിഞ്ഞൊന്നും പോവരുത്. ലൈൻ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ഷേപ്സ് ഒന്ന് വരയ്ക്കണം. വരയ്ക്കുമ്പോഴത്തേക്ക് അത് ഏകദേശം ചിലപ്പോൾ അതൊരു സ്ക്വയർ രൂപത്തിൽ കിട്ടാം, ചിലപ്പോൾ ഒരു റെക്ടാംഗിൾ രൂപത്തിൽ കിട്ടാം, പാരലോഗ്രാമിന്റെ രൂപത്തിൽ കിട്ടാം, അല്ലെങ്കിൽ വളരെ റയർ ആയിട്ട് റോംബസിന്റെ രൂപത്തിലും കിട്ടാം. കൂടുതലായിട്ടും ചോദിക്കുന്നത് പാരലോഗ്രാമിന്റെ രൂപത്തിലായിരിക്കും. നമുക്ക് ഇവിടെ അത് ഏത് ഷേപ്പ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. പക്ഷെ ഇവിടെ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ലെങ്ത്. എങ്ങനെ മനസ്സിലാക്കാം? ഇതാ ഇവിടെ നോക്കണം, ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 8 ആണ്. ഈ 3ഉം 8ഉം തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? ഈ 3ഉം 8ഉം തമ്മിലുള്ള ഈ ദൂരം എത്രയുണ്ട്? നിങ്ങളൊന്ന് നോക്കിയേ. 3 to 8, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക, അല്ലെങ്കിൽ 8 - 3 ചെയ്ത് നോക്കിയാലും മതി. 5 യൂണിറ്റ്സ് ഉണ്ട് ഇവര് തമ്മിലുള്ള ഗ്യാപ്പ്, ആണല്ലേ? അടുത്തത് ഈ 6ഉം 11ഉം എക്സ് കോർഡിനേറ്റ് വെച്ച് വേണം നമ്മൾ നോക്കാനായിട്ടുള്ളത്. 6ഉം 11ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയുണ്ട്? 6ഉം 11ഉം തമ്മിലുള്ള ഗ്യാപ്പ് 11 - 6 ചെയ്ത് നോക്കിയാൽ മതി. എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. അവിടെയും എത്രയുണ്ട്? 5 യൂണിറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമുക്ക് അവിടെ സമയം ലാഭിക്കാം. കുറച്ച് കുട്ടികൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്തു, അത് ആവശ്യമില്ല. നമുക്ക് സമയം ലാഭിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് അങ്ങ് ചെയ്യാം. ഇനി നമുക്ക് സൈഡിലെ നീളം കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പിന്റെ മെത്തേഡിലോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിയുടെ രൂപത്തിലോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഡിസ്റ്റൻസ് ഫോർമുല ഇട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല ഇട്ടേ പറ്റൂ, നമുക്ക് കുറച്ചെടുക്കാൻ പറ്റൂല, കാര്യം ചരിഞ്ഞു കിടക്കുന്ന ലൈൻ ആയതുകൊണ്ട്. അപ്പം 3,0യും 6,4ഉം കൂടെ ഡിസ്റ്റൻസ് ഫോർമുല ഇട്ട് ചെയ്യണം. √(x1 - x2) ² + 5(1 - y2) ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് അവിടെ ദൂരം, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഞാനങ്ങ് എഴുതാം, അവിടെയും നിങ്ങൾക്ക് ദൂരം എത്ര കിട്ടും? 5 യൂണിറ്റ് കിട്ടും. ഇനി നാലാമത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്ക് 8,0യും 11,4ഉം ഡിസ്റ്റൻസ് ഫോർമുലയിൽ ഇടണം. ഞാനതിപ്പോ ഇടുന്നില്ല, നിങ്ങൾ നോട്ടിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഡിസ്റ്റൻസ് ഫോർമുലയിൽ സാധാ പോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 5 യൂണിറ്റ്സ് അവിടെയും കിട്ടും. 5 യൂണിറ്റ്സ്. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടി? 4 സൈഡിന്റെയും നീളം എങ്ങനെ കിട്ടി? 5 യൂണിറ്റ്സ്. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ഇവിടത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 4 സൈഡും 5 യൂണിറ്റ്സ് തന്നെ കിട്ടി. അതാണ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. സി പാർട്ട് സ്യൂട്ടബിൾ നെയിം ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ. ഇനി നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ? ഈ ഒരു ഫിഗറിന്റെ പേര് അതൊരു സ്ക്വയർ ആണോ, റെക്റ്റാങ്കിൾ ആണോ, അല്ലെങ്കിൽ പാരലോഗ്രാം ആണോ? ഏത് ഷേപ്പ് കൊടുക്കും നിങ്ങൾ? ആ പേര് ഏത് കൊടുക്കും? 4 സൈഡും സെയിം വന്നാൽ നമുക്കറിയാം സ്ക്വയർ ആണ്. സ്ക്വയർ പക്ഷെ ഇങ്ങനെ ചരിഞ്ഞിരിക്കൂല. ചരിഞ്ഞിരിക്കുന്ന സ്ക്വയറിനെ ഒരു പേര് വിളിക്കും. ചരിഞ്ഞിരിക്കുന്ന സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് പട്ടം പോലെയൊക്കെ. ഇതിനെങ്ങനെ നൂത്ത് വെച്ചാൽ പട്ടത്തിന്റെ ഷേപ്പ് പോലെയൊക്കെ ആവത്തില്ലേ? അങ്ങനെ ഇരിക്കുന്ന ചരിഞ്ഞിരിക്കുന്ന സ്ക്വയറിന്റെ പേരാണ്
റോംബസ്. റോംബസ് ആണ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ പേര്. ക്ലിയർ ആണ്? ഒരു പക്ഷേ ഇങ്ങനെ ചരിഞ്ഞിരിക്കാതെ 3 തന്നെ ഒരു സ്ക്വയർ ആയിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് അതിനെ സ്ക്വയർ എന്ന് വിളിക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിട്ട് വന്നിരുന്നെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കാം. ഇതേപോലെ തന്നെ ഇരുന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയിട്ട് വന്നാൽ അതിനെ പാരലോഗ്രാം എന്ന് വിളിക്കാം. അപ്പം നീളത്തിനനുസരിച്ചും അതിന്റെ ചരിവനുസരിച്ചും ഈ ക്വാഡ്രിലാറ്ററൽസിന് പേര് മാറ്റി മാറ്റി നിങ്ങൾ കൊടുക്കണം. അപ്പൊ ഇതേപോലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. ഓക്കെ. The length of the rectangle is 6 centimeter more than the breadth. Area of the rectangle is 1216 square centimeter. നമുക്ക് അത് വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളണം. ബ്രെഡ്ത്തിനെ എക്സ് ആയിട്ട് എടുക്കാം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്തിനെ എങ്ങനെ എടുക്കാം? എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും ശരിയായിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ലെങ്തിനെ എങ്ങനെ എടുക്കാൻ പറ്റും? ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 6. ലെങ്ത് ഈസ് 6 മോർ ദാൻ ബ്രെഡ്ത്ത് എന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6 കൂടുതലാണ്, ബ്രെഡ്ത്തിനെ കാട്ടി 6 കൂടുതലാണെന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 6. അതിലൊന്നും തെറ്റൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ബി പാർട്ട്, റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ക്വാണ്ടിറ്റിയും കൂടെ തന്നിട്ടുണ്ട്, ഏരിയയും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവായിരുന്നടാ? ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇവിടെ എത്ര തന്നേക്കുന്ന? എക്സ് പ്ലസ് 6 അല്ലെ? ബ്രെഡ്ത്ത് എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു ഏരിയ. ക്വസ്റ്റ്യനിലെ ഏരിയ എത്രയാണ് തന്നേക്കുന്നത്? 1216. കിട്ടി, എക്സ്പ്രഷൻ കിട്ടി. ജസ്റ്റ് വൃത്തിയാക്കി ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് എഴുതി നോക്കിയേ. എക്സ് കൊണ്ടതാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യ്. എക്സ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ എങ്ങനെ വരും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇതാ കിട്ടിയടാ. എക്സ് ഇൻറ്റു 6, 6x. കിട്ടുന്നുണ്ടോ? ഇസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ നമുക്ക് ബി പാർട്ട്. എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സി പാർട്ടിലോട്ട് പോവാം. സി പാർട്ടിൽ നമുക്ക് അവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റി. അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുവായിരുന്നു? ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് ഇതിന്റെ എക്സിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും അവിടെ കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ക്ലിയർ ആണല്ലേ? അപ്പൊ എങ്ങനെ സോൾവ് ചെയ്യാം? നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഒന്നീ സെക്കൻഡ് ഡിഗ്രി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്നുള്ള ആ വലിയ ഇക്വേഷനിലോട്ട് പോവാം, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് അപ്പുറം അപ്പുറം ആഡ് ചെയ്യുന്ന മെത്തേഡ് ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തായിരുന്നു. ഞാൻ ആ മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എന്ത് ചെയ്യണം? പകുതിയുടെ സ്ക്വയർ എടുത്ത് ഇവിടെയും ഇവിടെയും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. 3 സ്ക്വയർ 3 സ്ക്വയർ രണ്ടിടത്തും ആഡ് ചെയ്യണം. ഇനി ഇവിടെ എന്ത് ചെയ്യോടാ? അതായത് ചുരുക്കി അങ്ങ് എഴുതിക്കൂടെ നമുക്ക്? എക്സ് പ്ലസ് 3 the whole square. X plus 3 the whole square is equal to plus 9. ഇത് കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും? 1225 എന്ന് വരും കൂട്ടുമ്പോഴത്തേക്ക്. ഇനി ഇത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഏകദേശം റൗണ്ട് ചെയ്ത് സ്ക്വയർ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 30ന്റെ സ്ക്വയർ ആയിരുന്നെങ്കിൽ 900. അപ്പൊ അതിനെക്കാട്ടി മേളിലാ വരുന്നത്. അവസാനം 5 ആണ് വരുന്നത്. അപ്പം 5 വന്നത് കൊണ്ട് ഏതിന്റെ സ്ക്വയർ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? 35ന്റെ സ്ക്വയർ. അതങ്ങ് ചെയ്ത് കൺഫേം ചെയ്താൽ മതി. 35ന്റെ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഇവിടെ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. രണ്ടിടത്തും സ്ക്വയർ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഓർ മൈനസ് കൊടുക്കാം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 35. ക്ലിയർ ആണല്ലോ? പ്ലസ് ഓർ മൈനസ് 35 വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസും മൈനസും സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് 35 ചെയ്ത് നോക്കണം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് 35 നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്യുമ്പോഴത്തേക്ക് ഇതാ എങ്ങനെ വരും?
x plus 3 is equal to, sorry, x is equal to 35 minus 3 is equal to 32. കിട്ടിയ? ഇവിടെ x is equal to minus 35 plus 3 അങ്ങ് അപ്പുറം പോകുമ്പോ minus 3 ആവും, minus 38. ഇത് നമുക്ക് വേണ്ട ഈ ഉത്തരം. അത് ചെയ്തു നോക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്തുകൊണ്ടാ? ലെങ്തും ബ്രെഡ്ത്തും നീളമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല? നീളം, എണ്ണം അങ്ങനെയുള്ളതിനൊന്നും എന്തെടുക്കത്തില്ല? നെഗറ്റീവ് ഉത്തരം എടുക്കത്തില്ല. അപ്പൊ നമുക്കത് വേണ്ട. വെട്ടിയൊന്നും കളയണ്ട, നിങ്ങൾ അവിടെ ഇട്ടേരെ, എടുക്കണ്ട. എക്സിന് നമുക്ക് എടുക്കുന്ന ഉത്തരം ഏതാണ്? 32. 32 നമ്മൾ സെലക്ട് ചെയ്ത ഉത്തരം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലാസ്റ്റ് ഉത്തരം എടുത്തെഴുതണം, അതിന് മാർക്കുണ്ട്, എടുത്തെഴുതണം. ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എത്ര വരും? ബ്രെഡ്ത്ത് ആണ് നമുക്ക് കിട്ടിയ എക്സ്, 32 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഇസ് ഈക്വൽ ടു എത്ര വരും? ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെ കാട്ടി എത്ര കൂടുതലാ? 6 കൂടുതലാ. അപ്പൊ 32ന്റെ കൂടെ എന്ത് ചെയ്യണം? 32ന്റെ കൂടെ ഒരു 6ഉം കൂടെ കൂട്ടിക്കൊടുക്കണം, 38 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ദാ ശ്രദ്ധിച്ചോണം. 15th ക്വസ്റ്റ്യൻ ആംഗിൾ പി എ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആംഗിൾ പി എ ബി എന്ന് പറയുമ്പോ ഏത് ആംഗിൾ വരും? പി എ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 50 ഡിഗ്രി ആണ് ഈ ആംഗിള്. അങ്ങനെയാണെങ്കിൽ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട്, രണ്ട് ആംഗിൾസ് ആണ് ചോദിച്ചേക്കുന്നത്. ആംഗിൾ എ ഒ ബിയും ചോദിച്ചിട്ടുണ്ട്, ആംഗിൾ എ പി ബിയും ചോദിച്ചിട്ടുണ്ട്. ആംഗിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ആംഗിൾ എ ഒ ബി എന്ന് പറയുമ്പോൾ ഏത് വരും? എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. എ ഒ ബിയും ചോദിച്ചിട്ടുണ്ട്, എ പി ബി എന്ന് പറയുന്ന ഈ ആംഗിളും. ഈ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് സർക്കിൾസിലെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടാൻജൻസിന്റെ പ്രോപ്പർട്ടി. ടാൻജൻസിന്റെ പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കാനുള്ളത്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജന്റും എങ്ങനെയായിരിക്കും? അത് ഈക്വൽ നീളമായിരിക്കും. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജന്റേ ഒരു സർക്കിളിലോട്ട് വരയ്ക്കാൻ പറ്റൂ. ആ രണ്ട് ടാൻജന്റും തുല്യ അളവായിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ നീളമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തും എന്ത് തന്നെ ആയിരിക്കും വരുന്നത്? 50 ഡിഗ്രി തന്നെ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും 50 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ നോക്കിയേ, ഈ ട്രയാങ്കിളില് മൂന്നാമത്തെ ആംഗിള് എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ വരും? ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 എന്ന് കുറച്ചാൽ പോരെ? രണ്ടെണ്ണം കൂടെ കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കണം. അപ്പൊ ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് എത്ര വരും? 180 മൈനസ് 50 പ്ലസ് 50. 50 പ്ലസ് 50 എന്ന് പറയുന്നത് 100. 100 180 എന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് 80 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഇനി ആദ്യം എ ഒ ബി കണ്ടുപിടിക്കേണ്ടായിരുന്നെന്ന് നമ്മൾ ആലോചിക്കും. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ ഓർഡറിൽ കണ്ടുപിടിക്കണം നിർബന്ധമില്ല. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ വേറൊരു വഴിയുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പൊ എ ഒ ബി ഇനി എങ്ങനെ കിട്ടാം? ഇപ്പൊ ഈ ആംഗിൾ 80 ഡിഗ്രിയാന്ന് കിട്ടി. ഇങ്ങനെ ഫിഗർ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഇപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയായിരിക്കും വരുന്നത്? 180 ആയിരിക്കും. അപ്പൊ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഇത് എത്രയായിരിക്കും? 180 എന്ന് കുറച്ചെടുത്താൽ മതി. ആ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 80 ഈസ് ഈക്വൽ ടു 100. 100ഉം 80 ആണ്. ഇനി നമുക്ക് 100 എങ്ങനെ ആദ്യം കിട്ടുമായിരുന്നു? വേണമെങ്കിൽ ഈ പോയിന്റും കൂടെ ഒരു മിനിറ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടോ, ജസ്റ്റ് അതങ്ങ് സ്കിപ്പ് ചെയ്തോ. ഇപ്പൊ ഇത് 100 ആദ്യം കിട്ടണമായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ഒരു ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വിടാം. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ സർക്കിൾസിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോഡ് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിളും സർക്കംഫറൻഷ്യൽ ആംഗിളും. ടാൻജൻസിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ടാൻജന്റും കോഡിന്റെയും ഇടയ്ക്കുള്ള ആംഗിള്. ടാൻജന്റിന്റെയും കോഡിന്റെയും ഇടയ്ക്കുള്ള ആംഗിള് ആ സർക്കിളിൽ മേക്ക് ചെയ്തേക്കുന്ന ആംഗിളിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ എത്ര വരും? 50 ഡിഗ്രി. ഇതിന്റെ കണക്കൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് എന്താവും? അതിന്റെ ഇരട്ടി ആയിരിക്കും സെന്ററിൽ വരുന്നത്, ഡബിൾ. അതുകൊണ്ട് അത് 100 ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാലും പ്രശ്നമില്ല, നമുക്ക് അവിടെ ഫൈനൽ ഉത്തരം കിട്ടിയാൽ മതി. ഏത് ഓർഡറിൽ നിങ്ങൾ ബി പാർട്ട് ആദ്യം ചെയ്തോ എ പാർട്ട് ആദ്യം ചെയ്തോ എന്നൊന്നും ആരും നോക്കൂല. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു മെത്തേഡ് അങ്ങ് ചൂസ് ചെയ്യാം. ഓക്കെ,
തൊട്ടടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ടാൻജൻസി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ബോർഡിലെ ഫിഗർ കാണുന്നുണ്ടോ? 16ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടി ഏത് തന്നെയാണ്? എക്സ്റ്റേണൽ പോയിന്റ് എന്ന് വരുന്ന രണ്ട് ടാൻജന്റും ഒരേ നീളമാണ്. ഒരു സർക്കിളിൽ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആ രണ്ട് ടാൻജന്റും ഒരേ നീളം, ഈക്വൽ ലെങ്ത് ആണ് എന്ന് പറഞ്ഞാൽ സി ആറിന്റെ നീളം തന്നെ ആർക്കും വരുവോടാ? സി ആറിന്റെ നീളം തന്നെ സി ക്യൂനും വരും. അപ്പൊ സി ക്യൂന്റെ നീളവും എത്ര തന്നെ വരും? 4 സെന്റിമീറ്റർ അല്ലേ? ഇതാ എന്ന് പോയേക്കുന്ന ടാൻജന്റ് നോക്കിയേ, എ പിയും എ ആറും രണ്ടുപേരും ഈക്വൽ അല്ലേ? എ പിയുടെ നീളം തന്നെ ആർക്കും വരും? എ ആറിന് വരും. എ ആറും 2 സെന്റിമീറ്റർ ആണല്ലോ. ബി എന്ന് പോയേക്കുന്ന രണ്ട് ടാൻജന്റ് ആണ് ബി പിയും ബി ക്യൂവും. അപ്പൊ ബി പിയുടെ നീളം എത്ര തന്നെ വരുവോടാ? ഇത് 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇവിടെ പാർട്ടിൽ ചോദിച്ചേക്കുന്ന എന്തുവായിരുന്നു? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി, എ സി ആൻഡ് ബി സി. ഇതാ ഈ ഫിഗറിൽ നോക്കടാ, എ ബിയുടെ നീളം എത്ര വരും? എ ബി, എ സി, ബി സി, ഇത് മൂന്നെണ്ണത്തിന്റെ നീളമാ ചോദിച്ചിരുന്നത്. എ ബി എത്ര വരും? നിങ്ങൾ ഫിഗറിലോട്ടൊന്ന് നോക്കിയേ. എ ബി എന്ന് പറയുന്നത് എത്ര വരും? ഇതാ നോക്കിയേ, നോക്കിയങ്ങ് എഴുതിയാ പോരെ. 2 + 3 5 സെന്റിമീറ്റർ അല്ലേ? എ സിയുടെ നീളം എത്ര വരും? ഇതാ നോക്കിയേ, എ സിയുടെ നീളം 2 + 4 = 6 സെന്റിമീറ്റർ. ബി സിയുടെ നീളം എത്ര വരുവാടാ? ബി സിയുടെ നീളം 3 + 4 7. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In triangle ABC, AB is equal to 6 cm, AC is equal to 5 cm, angle C is equal to 60 degree and angle A is equal to 50 degree. നമുക്കിവിടെ 1-2 ക്വാണ്ടിറ്റീസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്, കുറച്ച് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. വിട്ടേരാം, നമുക്ക് വേണ്ടാത്ത ക്വാണ്ടിറ്റീസ് ഒന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. വേണ്ട കാര്യം മാത്രം ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. AB is equal to 6 cm, C is equal to 60 degree. ഇത് രണ്ടും മതി നമുക്കിവിടെ കണക്ക് ചെയ്യാനായിട്ട്. നമ്മളിതൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. L is equal to 2r sin x/2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാടാ ഈ ഇക്വേഷൻ? L is equal to 2r sin x/2. ഈ L എന്ന് പറയുന്നത് എന്തുവായിരുന്നു? ലെങ്ത് ഓഫ് കോഡ്, കോഡിന്റെ ലെങ്ത് ആണ്. R എന്ന് പറയുന്നത് റേഡിയസ്. ഈ എ ബി എന്ന് പറയുന്ന കോഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേടാ അതാ ഈ 60 ഡിഗ്രി മേളിൽ കിടക്കുന്നത്. കണ്ട, മാച്ചിങ് ആയിട്ട് വന്നു. ഈ ഇക്വേഷൻ മാച്ചിങ് ആയിട്ടായി ഫിഗർ കിടക്കുന്നത്. അപ്പൊ L എന്ന് പറയുന്നത് 6 is equal to 2r sin x/2. പകുതി എടുക്കേണ്ട ആവശ്യമുണ്ടാ? മേളിൽ കിടക്കുന്ന ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി എടുക്കണ്ട. സെൻട്രൽ ആംഗിൾ ആണെങ്കിലാണ് പകുതി എടുത്ത് ചെയ്യാനുള്ള. മേളിൽ കിടക്കുന്ന ആംഗിൾ ആണെങ്കിൽ sin 60 അങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. ഇനി sin 60യുടെ വില എത്രയാടാ? R is equal to 2 into R into sin 60. sin 60യുടെ വില എത്രയാണ്? √3/2. ഇതിന്ന് 2ഉം 2ഉം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ 6 is equal to എത്ര വരും? R√3 എന്ന് വരും. ക്ലിയർ ആണോ? അതിൽ നിന്ന് R is equal to എത്ര വരും നമുക്ക്? 6/√3. 6/√3. നിങ്ങൾക്ക് അത് എഴുതുന്നതിൽ സംശയമുണ്ട്. ഇങ്ങനെ 6/√3 ആണ്, √3/6 എന്നാണ് എഴുതുന്നതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ R അവിടെ തന്നെ ഇട്ടെ. R കിടക്കുന്നിടത്ത് തന്നെ ഇട്ടെ. √3 ഇപ്പുറം കൊണ്ടുപോവാ. ഇപ്പുറം കൊണ്ടുവരുമ്പോ ഡിവിഷൻ ആവൂലേ? 6/√3 ആവും. ഇതാണ് റേഡിയസ്. നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുമോ? ഇങ്ങനെ ഇടാൻ ഒക്കത്തില്ല. എന്തുവാ കാരണം അത് ഇടാൻ ഒക്കാത്ത? നമുക്ക് ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ ഒക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ റാഷണലൈസ് ചെയ്യണം. അപ്പൊ R is equal to 6/√3 എന്നാണ് നമുക്ക് അവിടെ കിട്ടിയത് അല്ലേ? അപ്പൊ അതിനെ നമ്മൾ റാഷണലൈസ് ചെയ്ത് ഈ താഴത്തെ റൂട്ട് അങ്ങ് കളയണം. കളയാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങള് ഇതാ ഈ √3 കൊണ്ട് തന്നെ മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ കുറെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. ഈസ് ഈക്വൽ ടു 6√3/√3 into √3 3. 6/3 എത്രയാണ്? 6/3 എന്ന് പറയുന്നത് 2. 2√3 സെന്റിമീറ്റർ ആണ് നമ്മുടെ റേഡിയസ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഡയമീറ്റർ ആയതുകൊണ്ട് റേഡിയസിന്റെ ഇരട്ടി എടുക്കണം. × 2. ഈ റേഡിയസിന്റെ വാല്യൂന് × 2 കൂടെ ചെയ്യണം. × 2 കൂടെ ചെയ്യുമ്പോൾ 4√3 സെന്റിമീറ്റർ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് സി. പാർട്ട് സിയില് നമുക്ക് 3 വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു സാധാ രീതി ഒരു ട്രയാങ്കിൾ വരച്ച് ഇതേപോലെ 3 വെർട്ടിസസ് അങ്ങ് മാർക്ക് ചെയ്തിട്ടേക്കണം. അതിനുശേഷം ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാം. ABC എന്നോ PQR എന്നോ ഇഷ്ടമുള്ള രീതിയിൽ പേരങ്ങ് കൊടുക്കാം. പേര് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ള എന്താണ്? പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. എന്തോ ആയിക്കോട്ടെ, ഐസോസിലസ് ആയാലും സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയാലും എന്തായാലും നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കും? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് ഉപയോഗിച്ചാണ്. ഇതെല്ലാരും കറക്റ്റ് ആയിട്ട്, ഒരുവിധം പേരെല്ലാരും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഇടാനായിട്ട് അറിയാം. AB എന്നുള്ള നീളം എടുക്കാനായിട്ട് അറിയാം അല്ലെ? എയുടെ കോർഡിനേറ്റും ബിയുടെ കോർഡിനേറ്റും എടുത്ത് ഡിസ്റ്റൻസ് ഫോർമുല എന്തുവാണ്? √(x1 - x2) ² പ്ലസ് y1 - y2 ² അതിലങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് AB-യുടെ നീളം നിങ്ങൾക്കൊരു 10 യൂണിറ്റ്, അതായത് √100 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. √100 എന്ന് പറയുന്നത് 10 യൂണിറ്റ് ഉത്തരം കിട്ടി. ഇതേപോലെ AC-യിൽ ഡിസ്റ്റൻസ് ഫോർമുല ഇട്ട് നോക്ക്. നിങ്ങൾ ഇതേണക്ക് ഞാൻ എഴുതിയാണ് ഒറ്റയടിക്ക് എഴുതരുത്, ഡിസ്റ്റൻസ് ഫോർമുല ഇടണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ശരിയായതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. AC എന്നുള്ളത് എങ്ങനെ ചെയ്യാം? എഗെയിൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കും. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഉത്തരം √50 എന്ന് വരും. √50 ഒരു പെർഫെക്റ്റ് റൂട്ട് അല്ല, അതുകൊണ്ട് അത്രയും ഇട്ടിരുന്നാൽ മതി. √50 യൂണിറ്റ്സ്. ഓക്കെ, അത് കണക്ക് BC-യുടെ നീളവും ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഈ 2 പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഉത്തരം എത്ര തന്നെ കിട്ടും? √50 തന്നെ കിട്ടും. √50 യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 സൈഡ്സ് സെയിം ആയിട്ട് കിട്ടി. AC = BC. AC-യും BC-യുടെയും നീളം സെയിം ആണ്. അങ്ങനെ നീളം സെയിം ആയാൽ പോരെ? ഇറ്റ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. 2 സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി, അതൊരു ഐസോസിലസ് ആയി. ഇനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തേനാ? അപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യും. അവിടെ നമുക്ക് ചെയ്യുമ്പോ എങ്ങനെ കിട്ടും? 3 സൈഡും സെയിം ആയിട്ട് കിട്ടും. ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത അതാ, ഉത്തരം ക്വസ്റ്റ്യനിലുണ്ട്. ഐസോസിലസ് ആണ്, അവര് തരുന്ന ക്വസ്റ്റ്യൻ ഐസോസിലസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഐസോസിലസ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അർത്ഥം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കണം ചെയ്തത്. ഇപ്പൊ ഒരുപക്ഷെ ഇക്വലാറ്ററൽ ആണ് ചോദിച്ചേക്കുന്നത്, 3 സൈഡും നിങ്ങൾക്ക് സെയിം ആയിട്ട് കിട്ടിയില്ല, 2 എണ്ണേ സെയിം ആയിട്ട് കിട്ടിയോളൂ. ഉടനെ ക്വസ്റ്റ്യൻ ഉടനെ തിരുത്തിയിട്ട് ഇറ്റ് ഈസ് നോട്ട് ഇക്വലാറ്ററൽ, ഐസോസിലസ് ആണെന്ന് പറഞ്ഞ് എഴുതുവോ? അങ്ങനെ ചെയ്യരുത്. ഇക്വലാറ്ററലാ ചോദിച്ചേക്കുന്നെങ്കിൽ അത് ഇക്വലാറ്ററൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തതൊന്ന് റീചെക്ക് ചെയ്ത് നോക്കണം, എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് 2 സൈഡ് സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഐസോസിലസ് ട്രയാങ്കിൾ അടിവരയിട്ട്. therefore triangle ABC is isosceles. അടിവരയിട്ട് അങ്ങ് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സർക്കിൾ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഈ ഫിഗർ നോക്കണം, മറ്റു നോക്കണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 19. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ C = 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. P ആൻഡ് PC ആർ ടാൻജന്റ് ടു ദ സർക്കിൾ. നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് വന്നാൽ ആ 2 ടാൻജന്റ് നീളം എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, ആ 2 ടാൻജന്റ് നീളം സെയിം ആയിരിക്കും. കണ്ട, പ്രോപ്പർട്ടീസ് എല്ലാ ക്വസ്റ്റ്യനിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കിവിടെ 2 പാർട്ട് ഉണ്ട് ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട്. ഫൈൻഡ് ആംഗിൾ APB ആൻഡ് ആംഗിൾ PAB. ഈ 2 ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. APB എന്ന് പറയുമ്പോൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഏതാണ് ആംഗിള്? APB, ഇതാണ് നമ്മുടെ ആംഗിൾ. APB എന്ന് പറയുന്ന ആംഗിൾ. PAB ഇതാണ് ആംഗിൾ. ഒറ്റയടിക്ക് ഉത്തരം കിട്ടി. എളുപ്പ ക്വസ്റ്റ്യൻ, ഒറ്റയടിക്ക് ഉത്തരം കിട്ടി. എങ്ങനെ എടുക്കാം? ഏത് ഓർഡറിൽ ചെയ്തെന്നൊന്നും നിങ്ങളോട് ആരും ചോദിക്കൂല. A പാർട്ടാണ് B പാർട്ടാണ് ആദ്യം ചെയ്തതെന്നൊന്നും ചോദിക്കത്തില്ല. ഉത്തരം കിട്ടിയാൽ മതി നമുക്കിവിടെ. എങ്ങനെ എടുക്കാം? നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി, ഒരു കോഡ്, ആ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് പോയേക്കുന്ന ടാൻജന്റ്. ഒരു കോഡ്, ആ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് പോയേക്കുന്ന ടാൻജന്റ്. അതേപോലെ തന്നെ ഇവിടെ കോഡ്, ടാൻജന്റ്. കോഡും ടാൻജന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾസ്, ഈ 2 ആംഗിൾസ്, കോഡിന്റെയും ടാൻജന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിള്, അത് ആർക്ക് തുല്യമാവും? ആ കോഡ് സർക്കിളിൽ മേക്ക് ചെയ്തേക്കുന്ന ആംഗിളിന് തുല്യമാവും. അപ്പൊ ഈ 2 ആംഗിൾസും എത്ര വീതം വരും? 40 ഡിഗ്രി 40 ഡിഗ്രി ആണല്ല. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് PAB ആണ്. PAB എന്ന് പറയുന്ന ആംഗിൾ എത്ര വരും?
40 ഡിഗ്രി. കിട്ടിയല്ലോ, സിമ്പിൾ ആയിട്ട് അവിടെ കിട്ടും. എ പാർട്ടില് എ പി ബി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും ആ ട്രയാംഗിളില്? രണ്ട് ആംഗിൾ നമുക്ക് കിട്ടി. രണ്ട് ആംഗിൾ കിട്ടിയ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 കുറച്ചാ പോരെ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 40 + 40 80. 80 180 അങ്ങ് കുറച്ചേ. 180 കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര വരും? 100. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തതും ടാൻജൻസി എന്ന് തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാൻജൻസും കോഡ്സും കൂടെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് രണ്ട് നീളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് മാർക്ക് ചെയ്യാം. ബി സി ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ബി സിയുടെ നീളം 5 സെന്റിമീറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. പി ബി ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പി എ എന്ന് പറയുന്ന ടാൻജന്റ് ആണ്. മറ്റ് രണ്ടെണ്ണം ആർ ക്യു എന്ന് പറയുന്നതും സി ബി എന്ന് പറയുന്ന കോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയേക്കുന്നതാണ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഒരുവിധം കുട്ടികൾക്കെല്ലാം പ്രോപ്പർട്ടി മനസ്സിലായി. നമ്മൾ ഈ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ ലെറ്റേഴ്സ് ശ്രദ്ധിക്കണം. ലെറ്റേഴ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. എങ്ങനെ വരും ലെറ്റേഴ്സ്? നമ്മൾ ഈ ലെറ്റർ വെച്ചല്ല ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടി പഠിക്കുമ്പോഴത്തേക്ക് ഈ ലെറ്റർ ഉപയോഗിച്ചല്ല പഠിച്ചിട്ടുള്ളത്. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി, ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലെറ്റർ ഉപയോഗിച്ച് വേണം ഈ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ലെറ്റർ മാറ്റി ഒന്ന് എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാടാ? ഫസ്റ്റ് എ പാർട്ട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി. പി സിയുടെ ലെങ്ത് ആർക്കും നോക്കി ഉടനെ പറയാൻ പറ്റും. പി സിയുടെ നീളം എത്രയാടാ? 5 + 4. 5 4 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ 5 + 4 9 സെന്റിമീറ്റർ. എ പാർട്ട് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് കിട്ടി. ബി പാർട്ട് പി ക്യു ഇൻറ്റു പി ആർ. പി ക്യു ഇൻറ്റു പി ആർ. ഇനി ഫിഗറിലോട്ടൊന്ന് നോക്കിയേ. പി ക്യു ഇൻറ്റു പി ആർ എന്തിന് തുല്യമായിരിക്കും? നിങ്ങൾ പി എ ഇൻറ്റു പി ബി ഇക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നുള്ള ഐഡന്റിറ്റിയിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. പി ക്യു ഇൻറ്റു പി ആർ എന്തിനു തുല്യമായിരിക്കും? നിങ്ങൾ നോക്കിയൊന്ന് പറയടാ. പി ബി ഇൻറ്റു പി സിക്ക് തുല്യമായിരിക്കും. ആണോ? പി ക്യു ഇൻറ്റു പി ആർ ഈസ് ഈക്വൽ ടു പി ബി ഇൻറ്റു പി സി. ജസ്റ്റ് ആ വിലയൊന്ന് ഇട്ട് കൊടുത്തേ അവിടെ. പി ബി എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ഇൻറ്റു പി സി എന്ന് പറയുന്നത് ഫുൾ നീളം എത്രയാണ്? നമുക്ക് ഇവിടെ കിട്ടി 9 ഈസ് ഈക്വൽ ടു 36. 36 ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് സി പാർട്ട്. സി പാർട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് ചെയ്യാം. സി പാർട്ടിൽ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഇല്ലെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഇല്ല. ഞാൻ ഇത് ജസ്റ്റ് ഇതൊന്ന് മാച്ച് കളയുക. ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഐഡന്റിറ്റി എങ്ങനെ ഉപയോഗിക്കൂടാ? ഈ ഐഡന്റിറ്റിയെ നമുക്കൊന്ന് മാറ്റി പറയാല്. എങ്ങനെ പറയാം? പി എ ഇൻറ്റു പി ബി ഇക്വൽ ടു പി സി സ്ക്വയർ. പക്ഷെ ആ ലെറ്റർ ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ ഈ ലെറ്റർ അല്ല ഇവിടെ തന്നേക്കുന്നത്. അപ്പം ഏത് ലെറ്റർ ഉപയോഗിക്കും നമ്മളിവിടെ? പി ബി ഇൻറ്റു പി സി ഇസ് ഈക്വൽ ടു പി എ സ്ക്വയർ എന്നാണ് നമ്മൾ ഇവിടത്തെ ലെറ്റർ പ്രകാരം വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ കൊടുക്കാം? പി എ സ്ക്വയർ എത്ര വരും? പി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ബി ഇൻറ്റു പി സി അല്ലേ? ഈ പി ബി ഇൻറ്റു പി സിയുടെ വില എത്രയാ? ഇപ്പത്തെ പാർട്ടി നോക്കടാ. പി ബി ഇൻറ്റു പി സിയുടെ വില എത്രയാ? പി ബി ഇൻറ്റു പി സി ഇസ് ഈക്വൽ ടു 36. നേരത്തെ പാർട്ടി നമ്മൾ കണ്ടുപിടിച്ചത്, ഓൾറെഡി കണ്ടുപിടിച്ച്. പി ബി ഇൻറ്റു പി സി ഇസ് ഈക്വൽ ടു 36. അപ്പൊ പി എ എത്ര വരും? പി എ സ്ക്വയർ ആണ് 36. പി എ അപ്പൊ എത്ര വരും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്ക്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോ 6 സെന്റിമീറ്റർ. പി എ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. 6ന്റെ സ്ക്വയർ അല്ലേ 36. അപ്പൊ പി എ സ്ക്വയർ ആണ് 36. അങ്ങനെയാണെങ്കിൽ പി എ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36. സ്ക്വയർ റൂട്ട് ഓഫ് 36 എത്ര വരും? 6 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ലൈൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നേക്കാ. കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈനിൽ തന്നെ 3 പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. We want to find the 4th point D. ഡിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് എ പാർട്ട് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഡി.
ബിയുടെ കോർഡിനേറ്റ് നമുക്ക് അവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പോയിന്റ്സ് ഏത് ഓർഡറിൽ പോയേക്കുന്നു നോക്കിയാൽ മതി. എക്സ് എങ്ങനെ പോയേക്കുന്നു, വൈ എങ്ങനെ പോയേക്കുന്നു നോക്കിയാൽ മതി. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് പോയേക്കുന്നത് എങ്ങനെയാണ്? ഒരു പാറ്റേൺ കാണും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ പോലെ ആയിരിക്കും നമ്പർ ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. 1 2 3. അപ്പൊ അടുത്തത് പോയേക്കുന്നത് ഏതായിരിക്കും ഇവിടെ വരുന്നത്? 4. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്പേഴ്സ് പോയേക്കുന്ന പാറ്റേൺ ഒന്ന് നോക്കിക്കേ. 3 5 7 ഓഡ് നമ്പേഴ്സ് അല്ലേ പോയേക്കുന്നത്. 3 5 7 ഓഡ് നമ്പേഴ്സാ പോയേക്കുന്നത്. അപ്പൊ അടുത്ത വരുന്ന നമ്പർ എത്ര ആയിരിക്കുമോടാ? 9. ക്ലിയർ ആണല്ലോ. അടുത്തത് ബി പാർട്ട്. ബി പാർട്ട് നമുക്ക് ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സ്ലോപ്പിന് നമുക്കൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. y1 മൈനസ് y2 ബൈ x1 മൈനസ് x2. സ്ലോപ്പിന്റെ ഇക്വേഷൻ. നമുക്ക് എത്ര പോയിന്റ് ഇവിടെ വേണം? 4 പോയിന്റ് കിടക്കുന്നു. ഇഷ്ടമുള്ള ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. ഞാൻ കൂട്ടത്തിലുള്ളതിൽ ചെറിയ പോയിന്റ് വെച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കണമെന്നില്ല. ഇഷ്ടമുള്ള 2 പോയിന്റ് ആണ് ഇതിനകത്തുള്ള. ചെറിയ പോയിന്റ് എടുത്ത് ഇത് x1 y1 ആയിട്ടും ഇത് x2 y2 ആയിട്ടും ഞാൻ എടുക്കാൻ പോവാ. ഇത് x1 y1, ഇത് x2 y2 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ക്വസ്റ്റ്യനിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നോക്കിയേ. ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ വരും? y1 മൈനസ് y2. അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതായിരിക്കും സൈൻ ഡിഫറൻസ് വരാതിരിക്കാൻ നല്ലത്. ഇങ്ങനെ എടുക്കും. x1 y1 ഇത്, x2 y2 ഇത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? y1 മൈനസ് y2, y1 മൈനസ് y2. ഇതാ നോക്കടാ, രണ്ടിന്റെ y കോർഡിനേറ്റ് നോക്ക്. എന്നിട്ട് നോക്കിയെടുത്ത് എഴുത്. y1 മൈനസ് y2 ബൈ x1 മൈനസ് x2, x1 മൈനസ് x2, 2 മൈനസ് 1. കിട്ടിയോ? ഇസ് ഈക്വൽ ടു 5 മൈനസ് 3 എത്രയാണ്? 2 ബൈ 1. 2 ബൈ 1 എന്ന് പറയുമ്പോൾ 2. സ്ലോപ്പ് എന്ന് പറയുന്നത് 2. അഗെയിൻ ഒരു മാർക്ക് കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ. ഇക്വേഷൻ ഓഫ് ലൈനിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനും പഠിക്കും. എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഇക്വേഷനൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. നോക്കണം, ഈ വൈക്കും എക്സിനും ഒന്ന് വില ഇട്ട് കൊടുക്കണ്ട. നിങ്ങൾ ഏതിന് വില ഇട്ട് കൊടുത്താൽ മതി? y മൈനസ് y1. ഈ y1ഉം x1ന് വില ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും പോയിന്റ് ഇട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പോയിന്റ് എടുക്കാം. ഞാൻ കൂട്ടത്തിൽ ചെറിയ പോയിന്റ് വെച്ച് തന്നെ എടുക്കുക. ചെറിയ പോയിന്റ് തന്നെ ഞാൻ അങ്ങ് എടുക്കുക. ഇവിടത്തെ y1 എത്രയാണ്? 3 ആണ് വന്നേക്കുന്നത്. ഈസ് ഈക്വൽ ടു എം. സ്ലോപ്പ് എന്ന് പറയുന്നത് എത്ര കിട്ടി? മേളത്തെ ക്വസ്റ്റ്യനില് 2. സ്ലോപ്പ് ബി പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് മൈനസ് x1. x1 എത്രയാണ്? 1. ഇത്രയേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഇതിനെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുത്താൽ മതി. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ y മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 2x മൈനസ് 2. 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2x മൈനസ് 2. ഇതിവിടെ ചെയ്യുമ്പോഴത്തേക്ക് 2x, ഇതിനെ ഞാൻ അങ്ങ് അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാട്ടാ. 2x മൈനസ് y ഈസ് മൈനസ് 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ എങ്ങനെ വരും? 2x മൈനസ് y പ്ലസ് 1 മൈനസ് 2 പ്ലസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ മറിച്ച് ഇക്വേഷൻ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാമായിരുന്നു. ഇപ്പുറത്തോട്ടും ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പിന് പകരം എങ്ങനെ വരുമായിരുന്നു? അങ്ങനെയും ചെയ്യുന്നുണ്ട് കുട്ടികൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? y മൈനസ് 3 ഇതിനെ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 2x പ്ലസ് 2 എന്നാവും. ഇത് മൈനസ് 2x ഇത് പ്ലസ് 2 ആവും. ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? y മൈനസ് 2x മൈനസ് 3 പ്ലസ് 2. മൈനസ് 3 പ്ലസ് 2 എത്രയാടാ? മൈനസ് 3 പ്ലസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. ഒന്നീ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ. രണ്ടും ശരി ഉത്തരവാണ്. സൈൻ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി.
നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രീതി. ഇവിടം വരെ കോമൺ ആണ്. അറേഞ്ച് ചെയ്യുന്നതിലാണ് രണ്ട് രീതിയുള്ള ഇഷ്ടമുള്ള രീതി പഠിക്കും. ഓക്കെ, ഒരു ഫിഗർ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യനിൽ കാണാം. ഒരു ഇൻസർക്കിൾ അവിടെ തന്നിട്ടുണ്ട്. അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എ പാർട്ട് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്ത ഒരാള് ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരേ ഒരാള്, ഞാൻ ആ ആളുടെ പേര് ഇപ്പൊ എടുത്ത് പറയുന്നില്ല. ഒരാൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിരുന്നു, വളരെ കറക്റ്റ് ആയിരുന്നു. ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേരൊന്ന് മെൻഷൻ ചെയ്തിരുന്നത്, പേരും ക്വസ്റ്റ്യൻ നമ്പർ 22 എന്ന് ഒന്ന് വീഡിയോ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഒരേ ഒരാളെ ഇതിന്റെ ഉത്തരം എഴുതിയിട്ടുള്ളൂ. എനിക്ക് നല്ല സന്തോഷം തോന്നി ആ ഉത്തരം കണ്ടപ്പോഴത്തേക്ക്. വേറൊരു ഒറ്റ കുട്ടി പോലും അതിന്റെ ഉത്തരം എഴുതിയിട്ടില്ല. നോക്കിക്കോ അതിന്റെ ഐഡിയ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ ട്രയാങ്കിളിന് ജസ്റ്റ് ABC എന്ന് പറയുന്ന പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ഈ കോണ്ടാക്ട് പോയിന്റ്സിന് PQR എന്ന് പറഞ്ഞ് പോയിന്റ് കൊടുക്കുവാണ്. ഇങ്ങനെ പോയിന്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് കോൺസെപ്റ്റ് മനസ്സിലാവുന്ന ഒരാൾക്ക് ഇത് പോയിന്റ് ഒന്നും കൊടുക്കാതെ ഒറ്റയടിക്ക് ഉത്തരവും എഴുതാനായിട്ട് പറ്റും. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്ന ടാൻജന്റ് ആണ് CRഉം CQവും. അത് രണ്ടും ഈക്വൽ നീളമാണ്, അറിയാം നമുക്ക്. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോയേക്കുന്ന ടാൻജന്റ് ആണ് BRഉം BPയും. രണ്ടും ഈക്വൽ നീളമാണ്, അതും അറിയാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോയേക്കുന്ന ടാൻജന്റ് ആണ് APയും AQവും. അത് രണ്ടും ഒരേ നീളമാണ്, നമുക്കറിയാം. ഇതില് ഒരു ക്വാണ്ടിറ്റിയും കൂടെ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റേഡിയസ് ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള രീതി ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു റേഡിയസ് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 2 സെന്റിമീറ്റർ. ഇതും 2 സെന്റിമീറ്റർ ആണ്. അതിനർത്ഥം എന്തുവാണ്? ഇങ്ങനെ ഒരു കോർണർ ആംഗിൾ 90 ഡിഗ്രി ആണ്. റേഡിയസ് മാർക്ക് ചെയ്ത റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഷേപ്പ് എന്തായിട്ട് മാറും? അതൊരു സ്ക്വയർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ നീളവും 2 സെന്റിമീറ്റർ തന്നെയാണ്. സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത്രയും നീളം കിട്ടി. ബാക്കി ഇത് മൊത്തം 13 ആണെന്ന് കിട്ടി. നമുക്കിവിടെ അൺനോൺ ആയിട്ട് കിടക്കുന്ന നീളം ഇവനുമാണ്. ഇവരുടെ രണ്ടുപേരുടെ നീളമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞുകൂടാത്തത്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്തുവാ? ഈ RCയുടെ നീളം ആർക്ക് തുല്യവാ? QCക്ക് തുല്യവാ. ഈ APയുടെ നീളം ആർക്ക് തുല്യവാ? AQന് തുല്യവാ. അപ്പൊ ഈ AQവും QCയും കൂടെ ചേർന്ന മൊത്തം എത്രയാവും? ഇത് മൊത്തം എന്ന് പറയുന്നത് 13 ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നീളവും കൂടെ കൂട്ടിയാലും എത്ര തന്നെ വരണം? അതും 13 തന്നെ വരണം. കാര്യം ഈ AC എന്ന് പറയുന്ന നീളത്തിന് QC ആയിട്ടും AQ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത ആ നീളത്തിന് തുല്യമാണ് ഈ RCയും APയും. അപ്പൊ ഈ RCയും APയും ചേർന്ന ആർക്ക് തന്നെ തുല്യമാവും? ACക്ക് തന്നെ തുല്യമാവും. ഇനി മനസ്സിലായില്ലെന്ന് വെച്ചോ, അത് രണ്ടും കൂടെ ചേർത്ത് 13 ആണെന്ന് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഹൈപ്പോട്ടന്യൂസിന് തുല്യമാണെന്ന് അങ്ങ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ എടുക്കാൻ പറ്റും? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര വരും? പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ഹൈപ്പോട്ടന്യൂസിന്റെ നീളം 13 ഉണ്ട്, പ്ലസ് നമ്മൾ ഈ അൺനോൺ നീളം പറഞ്ഞില്ലേ, അറിഞ്ഞുകൂടാത്ത ഈ നീളം, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും 13 വരുമെന്ന് പറഞ്ഞില്ലേ, പ്ലസ് പിന്നെ അറിയാവുന്ന രണ്ട് നീളം ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇതും 2 + 2 4. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര വരുവാടാ? 13 26. 26 പ്ലസ് 4 എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങൾ നോക്കും ഇതിന്റെ അകത്ത് കിടക്കുന്ന ഈ 2 കൂട്ടണ്ടേന്ന്. ഇത് കൂട്ടേണ്ട ആവശ്യം ഉണ്ടാ? പെരിമീറ്ററിൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയാൻ ട്രയാങ്കിളിന്റെ ഔട്ടർ ലെങ്ത് മാത്രം കൂട്ടിയാൽ മതി. അകത്ത് ഏതെങ്കിലും മെഷർമെന്റ് ഉണ്ടെങ്കിൽ അത് കൂട്ടേണ്ട ആവശ്യം ഉണ്ടാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഔട്ടർ ലെങ്ത് മാത്രം എടുക്കുമ്പോൾ 30 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഇവിടെ ഇൻസർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇൻസർക്കിളും ഏരിയ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. R = A/S എന്നൊരു ഇക്വേഷൻ ഉണ്ട്.
ഓർമ്മയുണ്ടാ? ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. അത് വേണമായിരുന്നു ഉപയോഗിക്കാൻ. മിക്കവർക്കും ഈ ഒരു ഐഡിയ ഇവിടെ കണക്ട് ആയില്ല. ഇൻസർക്കിൾ ആണ് വന്നേക്കുന്നതെങ്കിൽ ആ ഇൻസർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആർ ഇസ്കൽ എ ബൈ എസ്. ഇവിടെ റേഡിയസ് അല്ല ചോദിച്ചേക്കുന്നത്, കാര്യം റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് എന്തുവാണ്? ഏരിയ ആണ്. ആ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കടാ. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ് അങ്ങ് ചെയ്താൽ പോരേരുന്ന ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഹാഫ് ബി എച്ചിലോട്ടൊന്നും പോണ്ട നമ്മളിവിടെ. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇതാ ഇവിടെ നോക്കിക്കേ, റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എസ് അറിഞ്ഞൂടാ, എസ് നമുക്ക് അറിഞ്ഞൂടാ. എസ് എന്ന് പറയുന്നത് എന്തുവാ? സെമി പെരിമീറ്റർ. സെമി പെരിമീറ്റർ, പെരിമീറ്റർ നമുക്കറിയാം 30. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പകുതി, പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്ററിന്റെ പകുതി എത്രയാടാ? ഈ 30ന്റെ പകുതി എത്രയാ? 15. അപ്പൊ 15 ഇൻറ്റു 2 എത്ര? അതും 30 തന്നെ. അപ്പൊ ഇവിടെ ഏരിയയും പെരിമീറ്ററും സെയിം ആയിട്ട് വന്നു ഈ ക്വസ്റ്റ്യനിൽ. ഏരിയയും 30 സെന്റിമീറ്റർ സ്ക്വയർ, പെരിമീറ്ററും 30 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A circle is drawn with 3,4 as the center passes through origin. അപ്പൊ ഒരു സർക്കിൾ വിത്ത് സെന്റർ 3,4 ആണ്. അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു. അത് പാസ് ചെയ്യുന്ന സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ 0,0 അങ്ങ് നോട്ട് ചെയ്തിരുന്നാൽ മതി. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിലെ ഒരു പോയിന്റ് ആണ് ഒറിജിൻ, സെന്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള നീളം, ആ നീളത്തിനല്ലേ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ഫോർമുല അങ്ങ് ഉപയോഗിച്ചാൽ പോരെ. ഇവിടെയും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാൻ കുറച്ചൊരു എളുപ്പ വഴിയുണ്ട്. കാര്യം ഒരു പോയിന്റ് ഒറിജിൻ ആണ്. ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഇക്വേഷൻ എന്തുവാ? ഒരു എളുപ്പ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. ആർ ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയറിലോട്ട് പോണ്ട. ഇവിടെ ഒരു പോയിന്റ് ഒറിജിൻ ആണ്. ഒറിജിൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ചെറിയ ഇക്വേഷൻ ഉപയോഗിക്കാം, എളുപ്പ വഴിയുണ്ട്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും? 25 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ. സോറി, സെന്റിമീറ്റർ അല്ല, ഇവിടെ നമുക്ക് യൂണിറ്റ്സ് അറിയാത്തത് കൊണ്ട് 5 യൂണിറ്റ്സ് എന്ന് എഴുതിയിരുന്നാ മതി. 5 യൂണിറ്റ്സ്, ജസ്റ്റ് 5 എന്ന് എഴുതിയിരുന്നാലും മതി. അത് അത്ര എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് എടുത്ത് എഴുതണമെന്നില്ല. ബി പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ, നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കും. ഒരു ഇക്വേഷൻ, അതേത് ഇക്വേഷനാ? x minus h the whole square plus y minus k the whole square is equal to r square. x minus h the whole square plus y minus k the whole square is equal to r square. ഇട്ട് കൊടുത്തേ. എച്ചും കെയും എന്തുവാടാ ഇവിടത്തെ? എച്ചും കെയും എന്തുവാ വില കൊടുക്കുന്നത് നമ്മള്? സെന്റർ അല്ലെ? സെന്ററിന്റെ കോർഡിനേറ്റ് ആണ് എച്ച് കെ. ആർ എന്ന് പറയുന്നത് എന്തുവാ? റേഡിയസ് ആണ്. ഇട്ട് കൊടുക്കാം നമുക്ക്. എക്സ് മൈനസ് സെന്ററിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് നമ്മൾ എച്ച് കെ ആയിട്ട് എടുക്കാനുള്ളത്. എച്ച് കെ ആയിട്ട് എടുക്കാനുള്ളത് സെന്ററിന്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആണ്. അപ്പൊ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ. റേഡിയസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ലേ? 5 സ്ക്വയർ. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തേ, ഐഡന്റിറ്റി വെച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തേ. അപ്പൊ എങ്ങനെ വരും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 2ab പ്ലസ് ബി സ്ക്വയർ. ഇത്രയുമാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അത്രയും ഫസ്റ്റ് ടേമിന്റെ എക്സ്പാൻഷനാണ്. രണ്ടാമത്തെ ടേമിന്റെ എക്സ്പാൻഷൻ എങ്ങനെ വരും? y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 4 പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ 25 നമുക്കറിയാം. 5 സ്ക്വയർ 25. ഇനി ഇത് സ്ക്വയർ വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കിയേ. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 എത്രയാടാ? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 6x. 2 ഇൻറ്റു 3 6 ഇൻറ്റു എക്സ് 6x പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 4
2 into y into 4. 2 into 4 എന്ന് പറഞ്ഞാൽ 8. 2 into 4 8. 8 into y എന്ന് പറയുന്നത് 8y പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 is equal to 25. ഇവിടെ നമുക്ക് ഈ 9 ഉം 16 കൂടെ കൂട്ടാനല്ലേ അടുത്ത സ്റ്റെപ്പില്. 9 plus 16 എത്രയാണ്? 25 ആണ്. 9 plus 16 എന്ന് പറയുന്നത് 25 ആണ്. ആ 25ഉം ഇപ്പുറത്ത് കിടക്കുന്ന 25ഉം കൂടെ തമ്മിൽ ക്യാൻസൽ ആയി പോകും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി കൂട്ടി നോക്ക്. 9 plus 16 എന്ന് പറഞ്ഞാൽ 25 ആ. ആ 25ഉം ഇപ്പുറത്ത് കിടക്കുന്ന 25ഉം കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y. ഇത്ര ടേംസ് അല്ലേ ഉള്ളൂ? എക്സ് സ്ക്വയർ മൈനസ് 6x വൈ സ്ക്വയർ മൈനസ് 8y. ഇനി ടേംസ് ഇല്ലല്ലോ. ഇസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി 2 പാർട്ട്, ഈ പാർട്ടും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് ഒരു പാർട്ട് 2 ആയിട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്താൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. ഇതുവരെ പഠിപ്പിച്ചതിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പേഴ്സണലായിട്ട് ചോദിക്കാം. കമന്റ് ചെയ്യാൻ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കമന്റ് ചെയ്യുക. മറ്റു കുട്ടികൾ കമന്റ് ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനത് നോട്ട് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്നോട് പേഴ്സണലായിട്ടോ കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. ഈ നമ്മുടെ എക്സാം നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീയും കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.